കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എത്ര വലിയ കാറ്റ് വീശിയാലും, എത്ര വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാലും, എത്ര വലിയ മഴ പെയ്താലും തകരാതെ നിൽക്കണമെങ്കിൽ, തകരാതെ പാറമേൽ അടിസ്ഥാനമിട്ടൊരു ഭവനം പോലെ പണിയണമെങ്കിൽ, നിൽക്കണമെങ്കിൽ ജീവിതത്തെയും അതുപോലെ പണിതെടുക്കണം, തലമുറകളെ അതുപോലെ പണിതെടുക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം സ്തുതിക്കുമ്പോൾ, അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് മാത്രമല്ല വരാൻ പോകുന്ന വളർന്നു വരുന്ന ഒരു തലമുറയെ ഈ വിശ്വാസത്തിലേക്ക്, ദൈവത്തിലേക്ക്, ദൈവവചനത്തിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക്, ആരാധനയിലേക്ക്, ദേവാലയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ട കരങ്ങളാണ് നമ്മളുടേത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രവാചകനെ പോലെ ചെയ്തു തീർക്കാനുണ്ട്. നമുക്കൊരു പ്രവാചക ദൗത്യമുണ്ട്. ഈ ലോകത്തിൽ ഒരു തലമുറയെ ദൈവത്തിലേക്ക് കൊണ്ടുവരേണ്ട ദൈവം കണ്ട ദൈവദൂതന്മാരും പ്രവാചകന്മാരുമാണ് നിങ്ങൾ. ദൈവം കണ്ട ദൈവത്തിന്റെ ദൂതന്മാരാണ് നിങ്ങൾ. കർത്താവേ, കരങ്ങൾ ഉയർത്തി ഞങ്ങളെല്ലാവരും അധരം തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ സംഭവിക്കട്ടെ. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. വിശ്വാസത്തോടെ എന്ന് പറഞ്ഞത്, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ താതൻ എന്റെ താതൻ. ഒരിക്കൽ കൂടി പറയാമോ? ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ, ഈ താതൻ എന്റെ താതൻ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒരുക്കുന്നതിനും നയിക്കുന്നതിനും നന്ദി പറയുന്നു. ഈശോ മിശിഹായുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോ മിശിഹായിക്ക് ഇടത്തും വലത്ത് നിൽക്കുന്നവർക്ക് സ്തുതി കൊടുത്ത് വളരെ സന്തോഷത്തോടെ ദൈവ സാന്നിധ്യത്തിൽ നമുക്കിരിക്കാം. ഹല്ലേലൂയ. എല്ലാവരെയും വളരെ അങ്ങേയറ്റം സ്നേഹത്തോടും അങ്ങേയറ്റം ബഹുമാനത്തോടും കൂടെ എല്ലാവരെയും കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സന്ധ്യയായി നമുക്കിങ്ങനെ ഒരു നല്ല അവസരം കിട്ടിയതിന് നമുക്ക് ദൈവത്തോട് മനസ്സ് തുറന്ന് നമുക്ക് നന്ദി പറയാം. നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിലൊത്തിരി നന്ദിയുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട്, ഒത്തിരി ബഹുമാനമുണ്ട്. നിങ്ങളാരും എന്നെയല്ല സ്നേഹിച്ചത്, നിങ്ങളാരും എന്നെയല്ല ബഹുമാനിക്കുന്നത്. നിങ്ങൾ യേശുവിനെയാണ് സ്നേഹിച്ചത്, യേശുവിൻ്റെ വചനത്തെയാണ് ബഹുമാനിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നത്. എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ല നിങ്ങൾ വന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു, ദൈവവചനം നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു തലമുറയെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരേണ്ട കരങ്ങളാണ്. വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ ഒക്കെ പിറകോട്ട് പോകുന്നൊരു കാലമാണിത്. നമ്മുടെ മക്കളാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും പിറകോട്ടാണ്. ഒരമ്മ പറഞ്ഞതുപോലെ, അമ്മ പറയുകയാണ്, എൻ്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥിക്കാൻ മാത്രം എന്നെ വിളിച്ചേക്കരുത്, അപ്പോൾ അവൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും. അതുകൊണ്ട് ഇപ്പോൾ പേടിച്ചിട്ട് വിളിക്കാറില്ല. അപ്പോൾ ചോദിച്ചു, എത്രയിലാണ് പഠിക്കുന്നത്, എന്ത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1 പഠിക്കുന്നത്. +1 പഠിക്കുന്ന ഒരു കൊച്ചിനെ ആ അമ്മ പേടിക്കുന്നത് അപകട സൂചനയല്ലേ? അതൊരു അപകട സൂചനയല്ലേ?
എന്തോ ഒരു കാലമാണിത്. മനുഷ്യന്റെ നല്ല മനസ്സ് നഷ്ടപ്പെടുന്ന കാലം. മനുഷ്യന്റെ നല്ല മനസ്സ് എവിടെയോ നഷ്ടപ്പെട്ടു പോയൊരു കാലം. ചിലപ്പോൾ നമുക്ക് ചില മനുഷ്യരെ കാണുമ്പോൾ തോന്നും, ഈ മനുഷ്യർക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. എന്താണ് ഈ മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്നത്? മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നത്. എന്തോ മനുഷ്യർക്കൊക്കെ എന്തോ ഒരു പ്രശ്നം വന്നതുപോലെ. അവരുടെ ചിന്തകൾ മാറിയിരിക്കുന്നു, നിലപാടുകൾ മാറിയിരിക്കുന്നു. നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ഞാനും നിങ്ങളും ഈ വചനങ്ങൾ കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അങ്ങേയറ്റം ബഹുമാനമുള്ളൊരു കാര്യമാണ്, നിസ്സാരമായൊരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നമ്മളെല്ലാവരും എന്തിനാണ് ഒരുമിച്ച് കൂടിയത് എന്നൊക്കെ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ കൂട്ടായ്മ വളരെ വിലയുള്ള ഒന്നാണ്. ദൈവികമായി ഇതിനൊത്തിരി പ്രാധാന്യമുണ്ട്. കാരണം നാം ഇതിലൂടെ സമ്പാദിക്കുന്നത് വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ട മുഴുവൻ അനുഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂലധനമാണ്. നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ട മൂലധനം, ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ നേടുകയാണ്, സമ്പാദിക്കുകയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, എങ്ങനെയും കടം മാറണം, എങ്ങനെയും രോഗസൗഖ്യം ലഭിക്കണം എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന ഒരു തലമുറയും നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനാ വിഷയമാണ്. അവർക്ക് അനുഗ്രഹമുള്ള ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയിലെ നിയോഗമാണ്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന പല നിയോഗങ്ങളിലും കണ്ണുനീർ കണങ്ങൾ വീണ നിയോഗങ്ങളാണ്. എന്നെ വളരെ കുറച്ചു പേരെങ്കിലും കാണാൻ വന്നപ്പോൾ പലരും കരഞ്ഞുപോയി. പലരും പറയുന്നതിന് മുമ്പേ കരഞ്ഞുപോയി. അവരെന്താ പറയാൻ ഉദ്ദേശിച്ച് വന്നത് എന്നുള്ളത് അവർക്ക് ആ കരച്ചിൽ കാരണം പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. എന്നാലും പുറകിൽ ആളുകൾ നിൽക്കുന്നത് കൊണ്ട് ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു വേഗം പോകേണ്ടി വന്നു. പിന്നീട് ഒരു പരാതി പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റിയില്ല, അന്നേരത്തെ സങ്കടം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. അത്രയും സങ്കടമുണ്ടായിരുന്നോ താങ്കളുടെ മനസ്സിൽ? അത്രയും വേദനയും ചുമന്നുകൊണ്ടാണോ താങ്കൾ നടന്നത്? നിങ്ങൾ നല്ലൊരു അവസരം വരുമ്പോൾ ആരോടെങ്കിലും നന്നായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത്രയും ഭാരം കൊണ്ടു നടക്കരുത്, അത് അപകടം ചെയ്യും. നമുക്കത് ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരാൾ ചോദിച്ചു ഇങ്ങനെ, ദൈവമേ, എന്നെ എന്തിനാണ് ഇങ്ങനെ വചനം കേൾപ്പിക്കുന്നത്? എന്നെ എന്തിനാണ് ഈ വചനങ്ങൾ എൻ്റെ ചെവിയിൽ എന്തിനാണ് ദൈവമേ മുഴക്കുന്നത്? അപ്പോൾ ദൈവം അവൻ ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ്, ഒരു വിളക്കാകാനാണ്. അപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചു, എന്ത് വിളക്ക്? അപ്പോൾ മറുപടി പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഞാനൊരു വിളക്കാക്കും. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് വിളക്ക്? നിന്റെ വീട്ടിൽ കുറെ ഇരുട്ടുകളുണ്ട്, നീയാകുന്ന വിളക്ക് കൊണ്ട് വേണം ആ ഇരുട്ട് മാറാൻ. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരും ഇനി വരാനുള്ളവരും വന്നുകൊണ്ടിരിക്കുന്നവരും എവിടെയൊക്കെയോ പ്രകാശം പരത്തേണ്ട, എവിടെയൊക്കെയോ ഉള്ള കട്ടിപിടിച്ച ഇരുട്ടിനെ തൂത്തു തുടച്ച് കളയേണ്ട വിളക്കുകളാണ് നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഒക്കെ. നമുക്കൊരു കടമയുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഇതാണ്: ഇരുട്ടിനെ മാറ്റുക, ഭവനത്തിലുള്ള ഇരുട്ട് മാറുക, വ്യക്തി ജീവിതങ്ങളിലുള്ള ഇരുട്ട് മാറുക. ആ ഇരുട്ട് മാറിയാൽ തന്നെ നമ്മുടെ ജീവിതം കുറെ കൂടി സന്തോഷവും അർത്ഥമുള്ളതുമായി മാറും. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ വിലയറിയണം. അപ്പോൾ തോന്നും, എന്ത് വിളക്ക്, എന്ത് വെളിച്ചം? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ നിന്നാണ് നമ്മളൊരു വിളക്കാകേണ്ടത്. ആ വിളക്ക് കൊണ്ട് വേണം അനേകം ഇരുട്ടുകളെ മാറ്റാൻ.
എപ്പോഴാണ് ഒരാൾ വെളിച്ചത്തിന്റെ വില അറിയുക എന്നറിയാമോ? 9 മണി കഴിയുമ്പോൾ കൺവെൻഷൻ അവസാനിക്കും. നിങ്ങൾ തിരിച്ച് ഇവിടെയുള്ള വാഹനങ്ങളിൽ കയറി നിങ്ങളുടെ വീടുകളിലേക്ക് പോകും. വാഹനം ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ 2 ലൈറ്റുകളും ഹെഡ്ലൈറ്റ് രണ്ടും പ്രവർത്തിക്കാതായാൽ നിങ്ങൾക്ക് വാഹനം മുന്നോട്ട് ഓടിക്കാൻ കഴിയാതെ വരും. നിങ്ങൾ ഇറങ്ങി നോക്കി, എന്ത് പറ്റി എന്റെ ലൈറ്റുകൾക്ക്, വാഹനത്തിന്റെ ലൈറ്റിന് അത് രണ്ടും എന്തോ കേടായി പോയി. അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടും. വളരെ വേഗത്തിൽ പിന്നീട് വാഹനം ഓടിക്കാൻ സാധ്യമല്ല. പിന്നെ നിങ്ങളുടെ വാഹനം എവിടെയെങ്കിലും സൈഡിലേക്ക് ഒതുക്കിയിടും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ വെളിച്ചത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടല്ലോ എന്ന്. വെളിച്ചത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിച്ചമാകേണ്ട വിളക്കാണ് ഈ കസേരയെ കൂടെ ഇരിക്കുന്നത്. വെളിച്ചമാണ്, പ്രകാശമാണ്. എവിടെ നിന്നെങ്കിലും കിട്ടിയ വെളിച്ചമല്ല. ഈ വചനത്തിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം എൻ്റെ ജീവിതത്തിന്റെ മാത്രം ഇരുട്ട് മാറ്റാനല്ല, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഭവനത്തിന്റെ, എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇരുട്ടുകളെയും മാറ്റാൻ ശക്തമാണ് ഈ വെളിച്ചം. ശക്തമാണ് ഈ വെളിച്ചം. വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇല്ലാത്തൊരവസ്ഥയിൽ ആളുകൾ തപ്പി നടക്കും. ചിലപ്പോൾ തട്ടി വീഴും, ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാക്കും. വെളിച്ചമുണ്ടെങ്കിലോ നടത്തം പോലും വേഗത്തിലാകും. പല അപകടങ്ങളും ഒഴിവാകും. ദൈവവചനമാകുന്ന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ആ ഒരു മനോഭാവത്തോടെ മനോഹരമായ ഒരു ദൈവവചനം പ്രാർത്ഥനയോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് വായിച്ചു കേൾക്കുന്നത്. ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. ഒന്നും കൂടി എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാമോ? മനുഷ്യന് പ്രത്യാശയുണ്ടെന്നല്ല എഴുതിയിട്ടുള്ളത്. പറമ്പിൽ നിൽക്കുന്ന വൃക്ഷത്തിന്, ആ തേക്കിന്, ആ പ്ലാവിന്, ആ റബ്ബർ മരത്തിന്, ആ തണൽ മരത്തിന് എന്തുണ്ട്? എന്നാൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നമുക്ക് പലർക്കും ഈ സംഭവം ഇല്ല. നമുക്ക് ആ സ്ഥാനത്തുള്ളത് നിരാശയാണ്, ടെൻഷനാണ്, ഭാരമാണ്. ടെൻഷൻ ഒരുപാട് പേർ പറയുന്ന ഈ കാലഘട്ടത്തിന്റെ ഒരു വാക്കാണ്. ടെൻഷനാണ്. എന്തോർത്തിട്ടാണ് ടെൻഷൻ? വീടിനെ ഓർത്തിട്ട്, മക്കളെ ഓർത്തിട്ട് ടെൻഷനാണ്. വചനം പറയുകയാണ് വൃക്ഷത്തിന് എന്തുണ്ട്? പ്രത്യാശയുണ്ട്. എന്തുണ്ട്? പ്രത്യാശ. അടുത്തത് വൃക്ഷം പറയുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. വൃക്ഷം പറയുക നമ്മളോട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിനു വേണ്ടിയാ നമ്മൾ ഇവിടെ വന്നത്. മുറിച്ചാൽ ഉണങ്ങത്തില്ല. മുറിച്ചോ? പറ്റുന്നിടത്തോടൊക്കെ മുറിക്കുക. പലരും നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പലരും നമ്മളെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ചിലരൊക്കെ വാടാൻ തുടങ്ങി, ചിലരൊക്കെ വല്ലാതെ ഉണങ്ങാൻ തുടങ്ങി, ക്ഷീണമായി. പക്ഷെ മരം പറയുകയാണ്, വൃക്ഷം പറയുകയാണ്, നിങ്ങളെന്നെ മുറിച്ചു, നിങ്ങളെന്നെ കുറിച്ച് ഇല്ലാവചനം പറഞ്ഞു, നിങ്ങളെന്നെ കുറിച്ച് ലോകം മുഴുവൻ ഞാൻ മോശമാണെന്ന് വിളിച്ചു പറഞ്ഞു. മുറിച്ചാൽ ഞാൻ ഉണങ്ങത്തില്ല. പിന്നെയോ വീണ്ടും, അവരൊക്കെ പറഞ്ഞ് വീണ്ടും തളിർക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത്. മുറിക്കുന്നവർ മുറിക്കും, അവർക്ക് മുറിക്കാനേ അറിയൂ. അവർ രാത്രിയും പകലും ഒക്കെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് നമ്മളെ മുറിക്കും. അവർ നമ്മളെ കുറിച്ച് ഇല്ലാ വചനങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് നമ്മളെ മുറിക്കും. ചിലരെ വല്ലാതെ ഒറ്റപ്പെടുത്തി മുറിക്കും. മുറിക്കട്ടെ. പക്ഷേ ദൈവത്തിന്റെ ഒരു ഭക്തൻ പറയുകയാണ്, അല്ല വൃക്ഷം പറയുകയാണ്, നിങ്ങൾ മുറിച്ചോ, ഞാൻ വീണ്ടും തളിർക്കും. വീണ്ടും വീണ്ടും എന്ന വാക്കിന് നല്ല അർത്ഥമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അവസാന വാക്ക് എന്നാണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, അവിടെയുമുണ്ട് ഈ വാക്ക്.
ഈ കുഞ്ഞു വാക്ക് അവിടെ വെച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും പരാജയപ്പെടുമെന്നല്ല പറഞ്ഞത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഏതുപോലെ? അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച്, അവസാന ഒരു വാക്കുണ്ട്, എന്താണത്? ഉയരും. അപ്പോൾ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആ വാക്യത്തിലുമുണ്ട് വീണ്ടും. നമ്മൾ ആ വാക്യം അധികം വില കൊടുത്തിട്ടുണ്ടാവില്ല. വീണ്ടും 10 പ്രാവശ്യം IELTS-ന് ഞാൻ തോറ്റു, അതുകൊണ്ട് ഇനി എഴുതുന്നില്ല. അല്ല, വീണ്ടും നീ എഴുതണം. 11ാമത്തെ പ്രാവശ്യം ദൈവം നിന്നെ ജയിപ്പിക്കും. ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കി, എല്ലാം പരാജയമാണ്. ഞാൻ അതുകൊണ്ട് എല്ലാം നിർത്തുകയാണ്. പാടില്ല. വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ജീവിക്കാൻ തുടങ്ങുവാണ് നമ്മളിവിടെ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ജോസഫിനെ തന്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിലിട്ടു. അപ്പോൾ സഹോദരന്മാരും ആ നാട്ടിലെ ആളുകളും കണ്ടത് ജോസഫിന്റെ അവസാനമായിരുന്നു എങ്കിൽ ബൈബിൾ പഠിച്ചാൽ അറിയാൻ പറ്റും. അവിടെ കൊണ്ടാണ് ജോസഫ് ജീവിക്കാൻ തുടങ്ങിയതും അവിടെ വെച്ചാണ്, വിജയിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ശത്രുക്കൾ വിചാരിച്ചു ഇവന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന്. പക്ഷെ ആ ജീവിതം പിന്നീട് തളർക്കുകയാണുണ്ടായത്, വളരുകയാണുണ്ടായത്. ഈ വചനം നോക്കിക്കേ. ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് ഉറക്കെയൊന്ന് വായിച്ചേ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. പ്രത്യാശ. നമ്മുടെ നിരാശയൊക്കെ മാറട്ടെ. ഡിപ്രഷൻ, ഡൗൺ ആയ അവസ്ഥ, ഡെസ്പായിരിക്കുന്ന അവസ്ഥ മാറട്ടെ. വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് എന്തേരം പ്രത്യാശ വേണം, പ്രത്യാശ വേണം. മുറിച്ചാലോ വീണ്ടും 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 തളിർക്കും. തളിർക്കുക മാത്രമല്ല, അടുത്ത വാക്ക് നോക്കൂ. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. പുതിയ എന്നൊരു വാക്കുണ്ട് അതിനകത്ത്. പുതിയ, അതിന് ശാഖകൾ ഉണ്ടാകുന്നല്ല, ഒരു അഡ്ജക്റ്റീവ് പോലെ ഒരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരു വിശേഷണം കൊടുത്തിരിക്കുകയാണ്. പുതിയ. മുറിച്ചാലോ, തളർത്തിയാൽ ഉണങ്ങിപ്പോകുമെന്നാണ് പലരുടെയും വിചാരം. ഞാൻ നിങ്ങളോട് ഈ വചനം വളരെ സത്യസന്ധമായി വിളിച്ചു പറയട്ടെ. ഒരു ദൈവഭക്തൻ, ഒരു ഭക്ത, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവൻ വീണ്ടും തളർത്തു കയറി വരും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യമാണ് പുതിയ ശാഖകൾ ഉണ്ടാകും. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പുതിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരണം. ആമേൻ. നിങ്ങളുടെ ഭവനത്തിൽ പുതിയൊരു സന്തോഷം വരണം. ആമേൻ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ പുതിയ നന്മകൾ ഉണ്ടാകണം. അത് പഴയതുപോലെ പുതിയത് 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 വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വാക്യം, അടുത്ത വാക്യം. അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും. അപ്പോൾ അതിന്റെ വേരിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേരിന് നല്ല കണ്ടീഷനൊന്നും അല്ല. മണ്ണിന്റെ മുകളിൽ നിൽക്കുന്ന മരത്തിന്റെ അവസ്ഥയും മുറിവേറ്റ് വെട്ടുകിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു വേരെല്ലാം ഓക്കെ ആയിരിക്കുന്നു. വേരിന്റെ അവസ്ഥ എന്താണ്? മണ്ണിനടിയിൽ വായിച്ചേ. മണ്ണിനടിയിൽ പഴകിപ്പോയാലും. പഴകിപ്പോ. വേരെങ്ങനെ പഴകിപ്പോകുമോ? ഞാൻ കണ്ടിട്ടില്ല വേര് പഴകിപ്പോകുന്നത്. മരം കേടായാൽ വേര് പഴകിപ്പോകും. ജീവനുള്ള മരങ്ങളുടെ വേരൊക്കെ ജീവനുള്ളതാണ്, നല്ല ജീവനോടെ അത് നിൽക്കുന്നത്. അതാണ് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത്. ആ മരത്തെ അങ്ങനെ നിർത്തുന്നത് ആ വേരാണ്. അപ്പോൾ അത് പഴകിപ്പോകുമോ? പഴകിപ്പോയാൽ അതിന്റെ വളർച്ചയെ ബാധിക്കുമത്. പക്ഷേ ഈ എഴുതിയിരിക്കുന്ന ഈ വാക്യത്തിൽ അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും, പിന്നെയോ അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതായാലും. അടുത്ത വചനം പറയുന്നു, 9-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. 9-ാമത്തെ വാക്യം മറക്കരുത്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വെള്ളത്തിന്റെ ഗന്ധം. ഗന്ധം എന്ന് പറഞ്ഞാൽ
ഇന്നുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചെടിയുണ്ട്, അതിനിപ്പുറത്ത് ഒരു ബക്കറ്റ് വെള്ളം വെച്ചാൽ മതിയോ അത് ജീവിക്കാൻ? ചെടിയോട് നമ്മൾ പറയുമോ അപ്പുറത്തെ ബക്കറ്റ് വെള്ളം ഇരിപ്പുണ്ട്, അതിന്റെ ഗന്ധം അതിന്റെ മണമേറ്റ് വളർന്നോളാൻ പറയുമോ? അപ്പോൾ ഇത് നോർമൽ ഒരു ചെടിയെ കുറിച്ചോ വെള്ളത്തെ കുറിച്ചോ അല്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ വെള്ളത്തിന്റെ മണമേറ്റ് കിളിർക്കുന്ന മരത്തെ കുറിച്ച്? ഇവിടെ എഴുതിയിരിക്കുകയാണ് വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മണം ഗന്ധം മതി അത് തളിർക്കാൻ. അപ്പോൾ ഇത് നമ്മൾ കുടിക്കുന്ന, നമ്മൾ സ്വാഭാവികമായി പ്രകൃതിയിൽ കാണുന്ന വെള്ളത്തെ കുറിച്ചല്ല, അത് ദൈവവചനത്തെ കുറിച്ചാണ്. അതിന്റെ ഗന്ധമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നിങ്ങൾ ഉണങ്ങുകയല്ല, തളിർക്കാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. ഏതുപോലെ? ഇളം ചെടി പോലെ, ഇളം ചെടി പോലെ അത് ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഈ ധ്യാനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ഈ വചനത്തിന് അല്പം പ്രാധാന്യം കൊടുത്ത് ഓരോ പ്രസംഗവും നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം അനേകരുടെ ജീവിതങ്ങളെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് വരെ രക്ഷിച്ചെടുക്കാൻ സഹായിച്ചതാണ് ഈ വചനം. അത് പലർക്കും ശരിയായ വിധത്തിൽ അറിയത്തില്ല, വായിച്ചു പോയിട്ടുണ്ട്. അതിനെ മുറിച്ച് മുറിച്ച് കഷണങ്ങളാക്കി അതിനെ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വിധം പലരും മനസ്സിലാക്കിയിട്ടില്ല. തണ്ണിമത്തൻ നമ്മൾ കണ്ടിട്ടുണ്ട്. തണ്ണിമത്തൻ കടയിൽ കിട്ടും. അതിനെ കാണുമ്പോൾ അതിന്റെ പുറം ഭാഗം പച്ചയാണ്, അല്ലെ മറ്റു കളറുണ്ട്. അതിന്റെ അകത്താണ് മാംസളമായ ഒരു ഭാഗം ഇരിക്കുന്നത്. അതിന്റെ പുറഭാഗം കടിച്ചു നോക്കിയാൽ ഒരു രുചിയില്ലാത്ത ഒരു പ്രത്യേക ചൊവയാണ് അതിന്. പക്ഷെ അത് മുറിച്ച് അതിന്റെ അകത്താണ് മാംസളമായ മധുരമുള്ള ആ ഒരു ഭാഗം ഇരിക്കുന്നത്. ഇതുപോലെ ദൈവത്തിന്റെ വചനം പുറമേ ഒന്ന് കണ്ടു തൊട്ട് പോയാൽ പോരാ. ദൈവത്തിന്റെ വചനം അത് കിടക്കുന്നതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വച്ചിരുന്നാൽ പോരാ. ദൈവത്തിന്റെ വചനം പ്രാർത്ഥനാ മുറിയിൽ വെച്ചൊരു ബൾബിട്ടാൽ പോരാ. ദൈവത്തിന്റെ വചനം അത് ചുമ്മാ ഒരു പുസ്തകം പോലെ അവിടെ വച്ചാൽ പോരാ. അത് തുറക്കണം, അത് വായിക്കണം, അത് ഉൾക്കൊള്ളണം. അപ്പോഴാണ് കടലിനോളം അതിനേക്കാൾ ആഴമുള്ള വചനത്തിന്റെ സ്വരം നിന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കാനും വളർത്താനും തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ആ തണ്ണിമത്തൻ മുറിച്ച് അതിനകത്തെ ആ മധുരമുള്ള കാമ്പ്, ആ മാംസമായ ഭാഗം ഒരാൾ ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പോലെ ദൈവവചനം നിങ്ങളുടെ ആ വചനം മുറിച്ച് മുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മുറിച്ചു നൽകുകയാണ്. ചിലർക്കത് നല്ല മധുരമായി തോന്നും. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് മധുരമായി തോന്നുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുഖത്തൊരു പ്രത്യാശയുള്ളത്, നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമുള്ളത്. അല്ലെങ്കിൽ ഈ 5 മണി ആയപ്പോഴേക്കും നിങ്ങൾ സമയം മാറ്റിവെച്ച് വാഹനം ഓടിച്ച് പല തിരക്കുകൾ ഉണ്ടായിട്ടും നിങ്ങൾ ഈ പന്തലിന്റെ താഴെ വന്നത് അതിന്റെ മധുരം അനുഭവിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ ഒരു വചനം, ഇപ്പുറത്തൊരു വചനം, അപ്പുറത്തൊരു വചനം ഉണ്ടെന്ന് പറഞ്ഞു പോകാതെ ഒരു വചനം എടുത്ത് ഒരപ്പത്തെ മുറിക്കുന്നത് പോലെ, ഭക്ഷണം വിളമ്പുന്നത് പോലെ മുറിച്ച് മുറിച്ച് തരുമ്പോൾ അത് നമ്മളുടെ അകത്തേക്ക് അതിന്റെ നന്മയെ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് പെയ്തിറങ്ങുന്ന മഴ അതിന്റെ വെള്ളം മണ്ണിലേക്ക് അരിച്ചരിച്ചിറങ്ങുന്നത് പോലെ ഈ വചനത്തിന്റെ നന്മകൾ നിങ്ങളിൽ അരിച്ചരിച്ചിറങ്ങാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ശാഖകൾ എന്ന പോലെ നന്മകൾ ഉണ്ടാകാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ, വചനം കേൾക്കുന്നതിൽ. ഞാനൊരു സംഭവം കേട്ടതാണ്, വായിച്ചതല്ല. ഒരു വൈദികന്റെ സാക്ഷ്യമാണ്. ഇവിടെ പറയാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് എനിക്ക് അത്ര വ്യക്തമല്ല. എങ്കിലും ആ വാക്യത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചത് കൊണ്ട് അത് നിങ്ങളോട് പറയുകയാണ്. ഒരു പ്രസ്സിൽ ജോലി ചെയ്ത ഒരു വൈദികന്റെ സാക്ഷ്യമാണ്. പ്രസ്സിൽ വർഷങ്ങളായി ആ വൈദികൻ ഒരു പ്രസ്സുമായി ബന്ധപ്പെട്ട ജോലിയിലും ശുശ്രൂഷയിലുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആ ഒരു പരിധിക്കുള്ളിൽ ഒരു മറ്റു മതത്തിൽപ്പെട്ട അക്രൈസ്തവനായ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു.
ആ വ്യക്തി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷത്തിലധികമായി. കൃത്യത എനിക്കില്ല എത്ര വർഷം, എങ്കിലും കുറെ വർഷമോടെ ഉണ്ടായി. കുറെ വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാണ്, ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ അവർ പിരിഞ്ഞു. പിന്നെ ആ വ്യക്തിയെ കുറിച്ച് അച്ഛനും അധികം അന്വേഷിച്ചില്ല. ആ മനുഷ്യനും അച്ഛനെ ഫോൺ വിളിക്കാനോ മറ്റു ബന്ധം പുതുക്കാനോ പോയില്ല. കുറെ നാളുകൾക്ക് ശേഷം അച്ഛൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ, ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ, ഒരാൾ ഒരു കറുത്ത പുസ്തകവും, കറുത്ത പുറംചട്ടയുള്ള ഒരു പുസ്തകവും, ഒരു ജുബായും നരച്ച താടി മീശയുമായ ഒരാൾ കയറി വരുന്നു. എന്നിട്ട് വളരെ സ്നേഹത്തോട് ബഹുമാനത്തോട് ചോദിച്ചു, അച്ഛൻ എന്നെ മനസ്സിലായോ? അച്ഛൻ ഇങ്ങനെ കുറച്ചു നേരം മുഖത്തേക്ക് നോക്കിയിട്ട് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കൂടെ കുറേ നാൾ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ മുഖം. ഇന്നെൻ്റെ ഒരുപാട് മുടികളും താടിയെല്ലാം നല്ല നരച്ചു. എന്നെ അറിയാത്തോണ്ടാണ്, എൻ്റെ പേരിതാണ്. അപ്പോൾ അച്ഛന് ആളെ പിടികിട്ടി, ആ നീ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ സംസാരിച്ച് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തു ചെയ്യുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണെന്ന്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എവിടുത്തെ പാസ്റ്റർ? താങ്കളൊരു അക്രൈസ്തവനായ ഒരാളല്ലേ? അതെ, ഞാനിപ്പോൾ 62ഓളം വീട്ടുകാരുള്ള ഒരു പെന്തക്കോസ്ത സഭയിലെ പാസ്റ്ററാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തു പറ്റി എങ്ങനെ മാറാൻ തോന്നാൻ? ആ കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് അച്ഛനോട് പറയാനുള്ളത്. ഞാൻ അച്ഛനോട് 2 കാര്യം പറയാൻ വന്നതാണ്. പിന്നീട് അച്ഛൻ തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്, കേൾക്കാൻ കഴിഞ്ഞത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാനൊരു വലിയ പരാജയമാണെന്ന് എന്തോ എനിക്ക് തോന്നിയെന്ന് അദ്ദേഹം അടുത്ത വാക്ക് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അച്ഛനോട് ചോദിച്ചു, അച്ഛോ, അച്ഛൻ്റെ കൂടെ ഇത്രയും നാള് ജോലി ചെയ്തിട്ട് യേശു ആരാണെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എനിക്കതിൽ ദുഃഖമുണ്ട്. അച്ഛൻ്റെ കൂടെ ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്തിട്ട് അച്ഛൻ സുവിശേഷം എന്താണ്, വചനം എന്താണ്, ബൈബിൾ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എനിക്കൊരു വേദപുസ്തകം തന്നത് ഇന്ന സ്ഥലത്തുള്ള ഒരു പെന്തക്കോസ്ത് ചർച്ചിലെ പാസ്റ്ററാണ്. അച്ഛൻ എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? ആ മനുഷ്യനാണ് എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞത്, വചനം പറഞ്ഞു തന്നത്. എനിക്ക് അച്ഛനോട് ദേഷ്യമുണ്ട്, ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അച്ഛനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല. അച്ഛൻ എനിക്കൊരു ബൈബിൾ തന്നില്ല. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നിട്ട് പല കണക്കുകളെ കുറിച്ചും ലാഭനഷ്ടങ്ങളെ കുറിച്ചും പ്രസംഗിച്ചു പറഞ്ഞു. പക്ഷേ ക്രിസ്തുവിനെ എനിക്ക് തന്നില്ല. എനിക്കത് തന്നത് അങ്ങുള്ള വേറൊരു പാസ്റ്ററാണ്. അന്ന് ആ വ്യക്തി പോയപ്പോൾ അച്ഛൻ തന്റെ ഡയറിയിൽ എഴുതിയെന്നാണ് പറയുന്നത്, എൻ്റെ ജീവിതം എവിടെയോ പരാജയപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ശുശ്രൂഷ ജീവിതവും പരാജയപ്പെട്ടതുപോലെ. നിങ്ങൾ അറിഞ്ഞ സുവിശേഷം എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? 50 രൂപയുടെ ഒരു തടിക്കഷണം കുരിശായി കഴുത്തിൽ കെട്ടി എന്ന് വിചാരിച്ചൊരാൾ ക്രിസ്ത്യാനിയാകുന്നില്ല. സാധാരണ ഒരു ആളെ പോലെ ജീവിച്ച് പള്ളിയിലെ സിമിത്തേരിയിൽ അടക്കം ചെയ്തതുവരെ ജീവിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ദൗത്യം. ജീവിച്ചിരിക്കുമ്പോൾ അനേകർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കേണ്ടവരാണ് നമ്മൾ. വചനം പറഞ്ഞു കൊടുക്കേണ്ടവരാണ് നമ്മൾ. എത്ര പേർക്ക് ഇക്കേണ്ട പ്രായം വരെ ജീവിച്ചിട്ട് യേശുവിനെ കൊടുത്തു? എത്ര പേർക്ക് ദൈവത്തെ കൊടുത്തു? ഇത്ര നല്ല വചനത്തെ നമ്മൾ എന്താ പരിചയപ്പെടുത്താതെ പോയത്? ഇവിടെ നിൽക്കുന്ന പാട്ടുകാരൻ പറയുകയുണ്ടായി ഒരു ദിവസം, ഇപ്പോഴല്ല വേറൊരു സ്ഥലത്ത് വെച്ച്, അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു അത്രേ, ഏത് വീട്ടിൽ ചെന്നാലും ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ അവിടുന്ന് പോരാവുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചത് ഒന്നുമില്ലേലും ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന്റെ അനുഗ്രഹം അവിടെ നിലനിന്നുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ വചനം പറയാൻ കാരണം ഈ വചനത്തിന്റെ ഗന്ധം മതി ഒരാളുടെ ജീവിതം മാറാൻ, ഒരാളുടെ ജീവിതം കിളിർക്കാൻ, ഒരാളുടെ ജീവിതത്തിൽ പുതിയ ശാഖകൾ ഉണ്ടാകാൻ. എന്തു മതി? വെള്ളത്തിന്റെ ഗന്ധം.
ആ വെള്ളം പരിശുദ്ധാത്മാവാണ്. ആ വെള്ളം ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിന്റെ മണം, ഗന്ധം മതി നിങ്ങളുടെ ജീവിതം മാറാൻ, ഭാവി മാറാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. വെള്ളത്തിന്റെ ഗന്ധം. ഞാൻ അതിനൊരു ഉദാഹരണം പറയുകയാണ്, ഈ വചനത്തെ കുറിച്ചൊരു ഉദാഹരണം. ഞാൻ താമസിക്കുന്നത് വയനാട്ടിൽ വടുവഞ്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ വലിയ തിരക്കുള്ള ഒരു സ്ഥലമൊന്നുമല്ല. കുറച്ച് ആളുകളൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സാധാരണ സ്ഥലമാണ്. ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ അവിടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഒരു ചെടി അത് വല്ലാതെ ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നതായി കണ്ടു. ഞാൻ പോയി 3-4 ദിവസമായി ആരും അതിന് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അധികം ചെടികളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എന്തോ ഒരാളെ ഞാൻ ഏൽപ്പിച്ചതാണ്, അദ്ദേഹം മറന്നുപോയി. അത് വല്ലാതെ വാടാൻ തുടങ്ങി. അതിൻ്റെ കുറെ ഇലകൾ താഴെ കിടപ്പുണ്ട്, ആ ചെടിച്ചട്ടിയിലേക്ക് വാടി പൊഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ അപ്പോൾ തന്നെ അവിടെയുള്ള പൈപ്പിൽ ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് ആ ചെടിയുടെ ചോട്ടിലേക്ക് ആവശ്യത്തിലധികം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വേറൊരു കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ചു സമയം മാറിപ്പോയി. ഞാൻ ആ വെള്ളം ഒഴിച്ചത് മറന്നു, ആ ചെടിയുടെ കാര്യവും ഞാൻ മറന്നുപോയി. ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ വെള്ളം ഒഴിച്ച പിന്നെ ആ ഇലകളൊക്കെ നേരെ നിൽക്കുന്നു. ഭയങ്കര മാറ്റം ആ ചെടിയിൽ. അല്പം വെള്ളം ഒരു ചെടിയുടെ ചുവട്ടിലെത്തിയപ്പോൾ ഉണങ്ങാൻ തുടങ്ങിയ ചെടി സന്തോഷത്തോടെ നിൽക്കുന്നു, നല്ല ഊർജത്തോടെ നിൽക്കുന്നു. കുറച്ച് ഇലകളൊക്കെ പൊഴിഞ്ഞു എന്നത് സത്യമാണ്, വാസ്തവമാണ്. പക്ഷേ നല്ല ഇതോടെ നിൽക്കുന്നു. അപ്പോൾ വാടാൻ തുടങ്ങിയ ആ ചെടിയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാ അപ്പുറത്തെ ടാപ്പിൽ നിന്ന് പിടിച്ച കുറച്ച് പച്ച വെള്ളം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ടാപ്പിൽ നിന്ന് പിടിച്ചെടുത്ത കുറച്ച് പച്ചവെള്ളത്തിന്റെ കഥയല്ല, ഇത് സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ്. യേശു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ ചെടി പോലെ വാടിയ ജീവിതങ്ങളിലെ ഇതിനകത്ത്, ഈ ചെടി പോലെ വെള്ളം കിട്ടാതെ ഉണങ്ങാൻ തുടങ്ങിയ ചെടി പോലെ ഉണങ്ങാൻ തുടങ്ങിയ ജീവിതങ്ങളിലെ ഇതിനകത്ത്, ഉണങ്ങാൻ തുടങ്ങിയ ശുശ്രൂഷകളിലെ നിങ്ങൾക്ക്, ഉണങ്ങാൻ തുടങ്ങിയ കുടുംബജീവിതമില്ലേ പലർക്കും, ഉണങ്ങാൻ തുടങ്ങിയ ഭാവിയില്ലേ, ഉണങ്ങാൻ തുടങ്ങിയില്ലേ? ശ്രദ്ധിച്ചോ. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഉണങ്ങിപ്പോയ ഒരു ചെടിയെ വെള്ളം ഒഴിച്ചാൽ അത് ജീവനോടെ വരത്തില്ല. വരുമോ? ഒരു ചെടി വേരടക്കം ഉണങ്ങിപ്പോയി, അത് പുഴയുടെ തീരത്ത് കൊണ്ടുവച്ചാലും വെള്ളത്തിന്റെ നടുക്ക് കൊണ്ടുപോയി നട്ടാലും അത് വീണ്ടും കിളിർക്കത്തില്ല, അതിന്റെ വേര് പോയതാണ്. എന്നാൽ ചില വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും, ഇലയ്ക്ക് മാത്രമല്ല വാട്ടം, അവരുടെ വേരടക്കം ഉണങ്ങിപ്പോയതാണ്. പക്ഷേ വേരുടക്കം ഉണങ്ങിപ്പോയ ജീവിതമാണേലും ദൈവവചനമാകുന്ന ആ വെള്ളത്തെ അവരുടെ ജീവിതത്തോട് ചേർത്തൊഴിക്കാൻ തുടങ്ങിയപ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാൻ കാണുന്നത് വലിയ മാറ്റമാണ്. ഈ പ്രസംഗിച്ച വചനത്തിന്റെ അത്ഭുതം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ പ്രസംഗിച്ച ദൈവവചനത്തിന്റെ ശക്തി ദൈവം പല സ്ഥലത്തും എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് വാടിപ്പോയ ഒരു ചെടിയെ എഴുന്നേൽപ്പിക്കുന്ന വാക്കുകൾ മാത്രമല്ല, ഉണങ്ങിയ ജീവിതങ്ങളെ പോലും ഇത് വീണ്ടും ഉയർത്തു കൊണ്ടുവരും. ഉണങ്ങിയ ജീവിതങ്ങൾ. ഒരു ഭാര്യയും ഭർത്താവും ഒരിക്കൽ ധ്യാനത്തിന് വരുമ്പോൾ അവർ പിരിയാൻ തീരുമാനിച്ചവരായിരുന്നു. പക്ഷെ ഒരാഴ്ചക്കാലം 4 ദിവസം അവർ ദൈവത്തിന്റെ വചനം മടിയിൽ തുറന്ന് വായിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അതിലൊരാൾ എന്നോട് പറഞ്ഞു, പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ പിരിയാൻ തീരുമാനിച്ചു എന്ന കാര്യം ചുമ്മാ ഒന്നും കൂടെ പറഞ്ഞിട്ട് പോകാനായിരിക്കുമെന്ന്. വന്നപ്പോൾ 2 പേരും ഒരുമിച്ച് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്നു ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന്. ആരാണ് ഈ ചിന്തകൾ പോലും അവരുടെ ഉള്ളിൽ വിതച്ചത്? ഈ കേട്ട വചനത്തിന് ഉണങ്ങിയ ജീവിതങ്ങളെ വീണ്ടും കിളിർപ്പിക്കാൻ പറ്റും. വേരുകളടക്കം ഉണങ്ങിപ്പോയ ജീവിതമാണേലും ദൈവവചനമാകുന്ന വെള്ളത്തിന്റെ ഗന്ധം മതി അത് വീണ്ടും കിളിർത്തു വരാൻ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വരാൻ ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വചനം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവരികയാണ്. ജോബിന്റെ പുസ്തകം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്.
ജോബിന്റെ പുസ്തകം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ പ്രസംഗമായി കേൾക്കരുത്, ഒരു നല്ലൊരു ദർശനമായും നല്ലൊരു ആത്മീയ വിത്തായും ഒന്ന് കേൾക്കണം. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. നിങ്ങൾക്ക് ബൈബിൾ വീട്ടിൽ ചെല്ലുമ്പോഴെങ്കിലും അത് വായിച്ചു നോക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയോടെയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ സമയം, നിങ്ങൾക്ക് ബൈബിൾ നോക്കാനുള്ള ആ ഫോണിലെങ്കിലും ആ ബൈബിൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ജോബിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചതുപ്പ് നിലമല്ലാതെ എങ്ങനെയാണ് ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? ഒന്നും കൂടെ എല്ലാവരും കേട്ടെ. ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? ഞാങ്ങണ വളരണമെങ്കിൽ ചതുപ്പ് നിലം വേണം, വെള്ളമുള്ള ചതുപ്പ് നിലം വേണം. അവിടെയാണ് ഞാങ്ങണ വളരുന്നത്. പക്ഷെ ബൈബിളിൽ ഒരു ചോദ്യമാണ്, ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? അടുത്ത വാക്യം ഇങ്ങനെയാണ്, നനവ് കൂടാതെ പോട്ടപ്പുല്ല് വളരുമോ? എന്താണ് ഈ ചതുപ്പും ഈ നനവും? ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യമില്ലേ, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ധ്യാനത്തിന് പോകുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വചനം കേൾക്കുന്നത്? ഒരു വചനവും കേൾക്കാതെ, ഒരു പ്രാർത്ഥനയില്ലാതെ ആളുകൾ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. ഒരിക്കൽ ഒരാളിനോട് ചോദിച്ചു, അച്ചോ, ഞങ്ങൾ ഈ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അയാൾ ഇതിനെല്ലാം എതിരാണ്. പക്ഷെ അയാൾക്ക് ഒരു കുഴപ്പമില്ല. അയാൾക്ക് നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, നല്ല മിറ്റമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. അയാളൊക്കെ ഇടയ്ക്ക് ഞങ്ങളെ കളിയാക്കാറുണ്ട്. എന്താ അച്ഛാ ഇതിന്റെ അർത്ഥം? അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥം ചോദിക്കുന്നു, ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? നനവ് കൂടാതെ പോട്ടപ്പുല്ല് വളരുമോ? അടുത്ത വാക്യം എങ്ങനെയാണ്? തഴച്ചു വളരും. എങ്ങനെ വളരും? ചുമ്മാതുള്ള വളർച്ചയല്ല, തഴച്ചങ്ങ് വളരും. അപ്പോൾ നമ്മൾ പറയും, എന്ത് നനവ്, എന്ത് ചതുപ്പ്! കണ്ടില്ലേ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് വളരുന്നില്ല, പിന്നെ ഇത് തഴച്ചു വളരുന്നു. നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണാറുണ്ട്. ഒരു പ്രാർത്ഥനയില്ല, ഒരു വിശ്വാസവും ഇല്ല, ഒരിക്കലും ആരാധിക്കാൻ പോകില്ല, എന്നിട്ട് വളരുന്നതോ തഴച്ചാണ് വളരുന്നത്. അതൊരു അപകട ലക്ഷണമാണെന്ന് ബൈബിൾ പറയുന്നത്. അങ്ങനെയുള്ള വളർച്ച പോലും എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വെട്ടിയെടുക്കാതെ അവ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ, എന്താ എഴുതിയിരിക്കുന്ന വാക്കൊന്ന് വായിച്ച്? ഉണങ്ങിപ്പോകും. അതാണ് നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെട്ടിയെടുക്കുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകും. പലർക്കും ഉണക്ക് ബാധിച്ചിട്ടുണ്ട്, നമ്മൾ അറിയുന്ന പലർക്കും. അവരൊക്കെ വലിയ പുലികളായിരുന്നു. പുലികൾ വലിയ ആളുകളായിരുന്നു. ആ കാറിൽ അങ്ങ് പോകുമ്പോൾ എന്തോ ഒരു അഹങ്കാരമായിരുന്നു ആൾക്ക്. ഒന്ന് നോക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് സംസാരിക്കാൻ എന്തോ ഒരു വലിയ ഭാവമായിരുന്നു, എന്തോ ഒരു അഹങ്കാരമായിരുന്നു പുള്ളിക്ക്. പക്ഷെ ഇന്ന് കാണുന്നവരോടും അറിയുന്നവരോടൊക്കെ ചോദിക്കുക, ബ്രദറെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എന്റെ മുഖം മറന്നു പോകല്ലേ കേട്ടോ. അല്ല, ഇങ്ങനെ അല്ലായിരുന്നല്ലോ കുറച്ച് വർഷം മുമ്പ്. എന്തു പറ്റി? ഒരുപാട് കോടികൾ കടമാണ്. അതെയല്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം അത് പറയുമ്പോൾ ഈ വചനം ഓർക്കും, നനവ് കൂടാതെ ചതുപ്പ് നിലത്തല്ലാതെ ഞങ്ങൾ വളരുമോ? പ്രാർത്ഥനയില്ലാതെ ആളുകൾ വളരുമോ? വിശ്വാസമില്ലാതെ ആളുകൾ വളരുമോ? രക്ഷപ്പെടുമോ? തഴച്ചു വളരും. പ്രാർത്ഥന വേണ്ടെന്ന് വെച്ച് പ്രാർത്ഥനയില്ലാതെ, വിശ്വാസമില്ലാതെ, ദൈവവചനമില്ലാതെ ചിലർ നോക്കി നിൽക്കുമ്പോൾ സാധാരണമല്ല, അസാധാരണമായി വളരും, തഴച്ചു വളരും. പക്ഷെയോ ഒരു പ്രത്യേകതയുണ്ട്, അവ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അങ്ങനെ ഉണങ്ങിപ്പോയവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് പലരുടെയും മുഖം ഓർമ്മ വരും. പലരെയും നമ്മൾ ആ ലിസ്റ്റിൽ എഴുതി വെക്കും. നിങ്ങൾ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് പലരുടെയും മുഖം ഓർമ്മ വരുന്നില്ലേ? ഉണങ്ങിപ്പോയവർ എന്താ മിടുക്കരായിരുന്നു. ഞാൻ വിചാരിച്ചു അയാൾ നല്ലൊരു നിലയിലെത്തുമെന്ന്. എവിടെയായിപ്പോ? ഞാൻ എവിടെ എത്തിയിട്ടില്ല. എവിടെയും പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ
മാതാപിതാക്കൾ പ്രത്യേകമായി വിളിച്ചു കൊണ്ടുവന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്നവരുണ്ട്. നാളെ നിങ്ങൾക്കൊരു നന്മയുണ്ടാകണമെങ്കിൽ, നിങ്ങൾക്കൊരു വളർച്ചയുണ്ടാകണമെങ്കിൽ സുഹൃത്തെ, കുഞ്ഞെ, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ കടാക്ഷവും ഉണ്ടെങ്കിലേ വളരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയൊരു വളർച്ചയൊക്കെ ഉണ്ടായെന്ന് വരും, പക്ഷേ പെട്ടെന്ന് ഉണങ്ങിപ്പോകും കുഞ്ഞ്, പെട്ടെന്ന് ഉണങ്ങിപ്പോകും. പെട്ടെന്നുള്ള ഉണക്ക് അതത്ര നല്ലതല്ല. അത് ശുശ്രൂഷയിൽ എൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാണോ ഞാൻ വലിയ സംഭവമാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നത്, അന്ന് ഞാൻ ഉണങ്ങാൻ തുടങ്ങും. എന്നൊക്കെയാണോ ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നത്, അന്ന് വരെയും ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. എന്നാണോ ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ വലിയ പുലിയാണ്, ഞാൻ വലിയ പുള്ളിയാണ് എന്ന് ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ച് അഹങ്കരിക്കുന്നത്, അന്ന് എന്നിൽ വരുന്ന സാധനമാണ് ഉണക്ക്. ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോകരുത് ആരും. ഈ വചനം കേൾക്കുന്ന ആരും ഉണങ്ങിപ്പോകരുത്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണങ്ങരുത്. ഞാനൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയി. ഞാൻ മാത്രമല്ല, ഈ പാടുന്ന ജോണ്, ഈ വചനം വായിക്കുന്ന വർഗീസ് ബ്രദർ, ഇവരെല്ലാം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. അവിടെ ഒരാൾക്ക് 7000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, 7000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. ഞാൻ നുണ പറയുകയല്ല. അപ്പോൾ ഞാൻ നുണയാണെങ്കിൽ ഈ പാടുന്ന ആൾ വിചാരിക്കില്ലേ, എന്തോ ഒരു നുണയാണ് ഈ മനുഷ്യൻ പറയുന്നതെന്ന്. നുണയല്ല, 7000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. അദ്ദേഹം ഇപ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛൻ സ്തോത്ര കാഴ്ചയെ കുറിച്ച് പറഞ്ഞില്ലേ ഇന്നലെ? പറഞ്ഞു. എന്റെ കയ്യിൽ ഒരു 10 രൂപ ഇടാനില്ല. 10 രൂപ ഇടാനില്ലെന്നോ എന്ന് പറഞ്ഞ് അയാൾ കരയുമ്പോൾ അയാളുടെ ഭാര്യ അയാളുടെ ഒരത്തിൽ തട്ടിയിട്ട് കരയല്ലേ എന്ന് പറയുന്നു. അയാൾ വിങ്ങിപ്പോകുന്നു, വിങ്ങിപ്പൊട്ടിപ്പോകുന്നു. 10 രൂപ ഇടാനില്ലത്രേ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അയാൾ വലിയ ഒരാളായിരുന്നു, വലിയ വില കൂടിയ കാറിൽ സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്. പണം വന്നപ്പോൾ, വീട് വന്നപ്പോൾ, ആളും ബലവും ഒക്കെ വന്നപ്പോൾ, സ്വാധീനം വന്നപ്പോൾ, ഇഷ്ടംപോലെ സുഹൃത്തുക്കളെന്ന് വന്നു കൂടി, ചക്കപ്പഴത്തിൽ ഈച്ച വന്ന് കൂടുന്നത് പോലെ. അപ്പോൾ അയാൾ വിചാരിച്ചു, എന്തു പ്രാർത്ഥന, എന്തു പള്ളി, എന്ത് ആരാധന, എന്ത് ധ്യാനം എന്നൊക്കെ പുച്ഛിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എപ്പോഴും കാറിലുള്ള യാത്ര, വലിയ വലിയ VIP-കളുമായിട്ടുള്ള ബന്ധം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തി 7000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കി. ഇന്നത് വിൽക്കാൻ വേണ്ടി സകലമാന മനുഷ്യരോട് വിളിച്ചു പറയുകയാണ്, വീടുണ്ട് വിൽക്കാൻ. പക്ഷെ ED-യെ പേടിച്ച് പലരും മേടിക്കുന്നില്ലെന്നാണ് അയാൾ പറഞ്ഞത്. ആ വീടിന് അയാൾ പറഞ്ഞ തുക വലിയൊരു തുകയാണ്. അതാരാണോ എന്ന് മേടിക്കുന്നത്, അന്ന് ED അയാളെ നോട്ട് ചെയ്യും. നിസാര പണത്തിനൊന്നും അത് കിട്ടത്തില്ല. പലരും വന്ന് നോക്കിയിട്ട് ഒരു വാക്ക് പോലും പറയാതെ അവർ തിരിച്ചുപോയി. കോടികൾ വിലയുള്ള വീട്. അപ്പോൾ ചോദിച്ചു, മക്കളൊക്കെ എന്തെടുക്കുന്നു? അപ്പോൾ പറഞ്ഞു, കടം കയറിയപ്പോൾ എന്റെ മകൻ യൂറോപ്യൻ രാജ്യത്തേക്ക് വിസയ്ക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രായമായ ഒരു അപ്പച്ചനെ നോക്കുകയാണ്. വിസ കാലാവധി എല്ലാം കഴിഞ്ഞുപോയി. അങ്ങനെ ഒതുക്കത്തിൽ കള്ളത്തരത്തിൽ അവിടെ നിൽക്കുകയാണ്. നാട്ടിൽ വന്നിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നു. വലിയ വലിയ വിലയുള്ള കാറിൽ നടന്നയാൾ ഇപ്പോൾ ആരോ കൊടുത്ത ഒരു പഴയ 800 ആൾട്ടോ 800 കാറിൽ അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഇറുക്കി പിടിച്ച്. അയാൾ അങ്ങനെയുള്ള കാർ ഓടിക്കുന്ന ആളുകളെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, ഈ മൂട്ടയിലാണോ നിങ്ങൾ നടക്കുന്നത്? ഈ മൂട്ട പോലത്തെ കാറാണോ നിങ്ങൾ മേടിച്ചത്? ഇന്ന് അയാൾക്ക് ആ മൂട്ട പോലത്തെ കാറേ ഉള്ളൂ. ഞാൻ ഈ വചനം അവിടെയും ഏകദേശം ഇതുപോലെ പ്രസംഗിച്ചപ്പോൾ അയാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ ജീവിതം ഉണങ്ങിപ്പോകാൻ കാരണം എനിക്ക് മനസ്സിലായി. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? ഞാൻ ദൈവത്തെ മറന്നു. എനിക്ക് ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു വലുത്, എനിക്ക് ആഘോഷമായിരുന്നു വലുത്, എനിക്ക് വലിയ വലിയ VIP-കളുമായിട്ടുള്ള ബന്ധമായിരുന്നു വലുത്, അവരെ പ്രസാദിപ്പിക്കുകയായിരുന്നു എനിക്ക് വലുത്. നിങ്ങൾക്ക് ജീവനും ആയുസ്സും ആരോഗ്യവും തരുന്നത് ഈ ലോകത്തിലുള്ള ഒരാളോടുള്ള ബന്ധമല്ല, അത് സർവശക്തനായ ദൈവത്തോടും ദൈവവചനത്തോടുള്ള ബന്ധമാണ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് ഉണങ്ങിയത്? ആരുടെ പച്ചപ്പാണ് നഷ്ടമായത്? ആരാണ് വാടിപ്പോയത്? ദൈവത്തെ മറന്നവർ, ദൈവവചനത്തെ ഉപേക്ഷിച്ചവർ വല്ലാതെ ഉണങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങൾക്ക് ആ ഉണക്ക് വരാൻ പാടില്ല. എനിക്കും നിങ്ങൾക്കും ആ ഉണക്ക് വരാൻ പാടില്ല. നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പാടില്ല, നിങ്ങളുടെ തലമുറയിൽ വരാൻ പാടില്ല. ഉണക്ക് വാടിപ്പോകാൻ പാടില്ല. ദൈവാനുഗ്രഹമുള്ളൊരു വളർച്ച വേണം, ഉയർച്ച വേണം.
എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം 13-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. എന്റെ കണ്ടുപിടുത്തമല്ല, അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? ബൈബിൾ എഴുതിയിരിക്കുകയാണ്, ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? ദൈവത്തെ മറക്കുന്നവർ ആരായാലും, ഇപ്പൊ വലിയ ആളാണേലും വലിയ താമസമില്ല ഉണങ്ങിപ്പോകാൻ. അതുപോലെ പോട്ടപ്പുല്ല് പോലെ, ചതുപ്പ് നിലത്തല്ലാതെ വളർന്ന ഞാങ്ങണ പോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഉദാഹരണ സഹിതം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നും ബാലരമയിലോ കുട്ടികളുടെ എന്തെങ്കിലും പ്രത്യേക ചിത്രകഥയിലോ വന്ന കഥകളൊന്നും ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടില്ല, ഒന്നും പറയത്തില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കണം. ഞാനും ഇത് പറയുമ്പോൾ ഞാനും ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവഭക്തി. ആരോ പറഞ്ഞു ദൈവഭക്തി നിനക്ക് ഭ്രാന്താണ്, നീ എപ്പോ നോക്കിയാലും പള്ളി, പ്രാർത്ഥന, ആരാധന, നിനക്ക് വട്ടാണ്. എത്രയോ പേരാണെന്നറിയോ അങ്ങനെ കളിയാക്കുന്നത്? എപ്പോ നോക്കിയാലും പള്ളി, പ്രാർത്ഥനയായിട്ട് നടക്കുക. പുള്ളിക്ക് എന്തോ ഒരു വട്ടാണെന്ന് തോന്നുന്നു, ഭ്രാന്താണെന്ന് തോന്നുന്നു. അത് ഭ്രാന്തായിട്ട് പലർക്കും തോന്നും. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നു, നോക്കൂ, ദൈവഭക്തി ഭ്രാന്തല്ല. ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ വളരോ ശരിയാവോ? നശിച്ചു പോകുന്നു. ദൈവഭക്തി ഇല്ലാത്ത, ദൈവാരാധന ഇല്ലാത്തവൻ ചിന്തിക്കുന്നു എനിക്ക് രക്ഷപ്പെടണം, നടക്കത്തില്ല, ഉണങ്ങിപ്പോകും. ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും. അടുത്തതോ, അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകും. അവന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും. എന്താണ് ആത്മവിശ്വാസത്തിന്റെ ഇംഗ്ലീഷ് വാക്ക്? കോൺഫിഡൻസ്, മനോധൈര്യം. ചിലര് പറയല്ലോ എന്റെ ധൈര്യമൊക്കെ പോയി, എനിക്കിപ്പോൾ ഒരു ആത്മവിശ്വാസമില്ല, എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, കോൺഫിഡൻസ് പോയി. ദൈവഭക്തിയുള്ളവന്റെ കോൺഫിഡൻസ് പോകത്തില്ല. ദൈവഭക്തി, ദൈവത്തോട് ആരാധനയുള്ള, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, പ്രാർത്ഥനയുള്ള മനുഷ്യൻ പ്രതിസന്ധികൾ വന്നാലും അവന്റെ കോൺഫിഡൻസ് പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവഭക്തി ഇല്ലാത്തവനെ കുറിച്ച് പറയണം, അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകും. എന്നിട്ട് ഏതുപോലെ തകർന്നു പോകും? അവന്റെ ശരണം ചിലന്തി വലയാണ്. ചിലന്തി വല എന്ന് പറഞ്ഞാൽ എട്ടുകാലി വല പോലെയാണ്. അത് ഇത്രേ കനമുള്ളൂ, അത് പൊട്ടിപ്പോവും, അത് ശരിയാകാതെ പോകും. ദൈവത്തെ മറക്കുന്നവരും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വളരെ ശ്രദ്ധിച്ചൊരു കാര്യം പറയുകയാണ്. എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൻ കോളേജിലെ അധ്യാപകനാണ്, അമ്മയോ അതേ കോളേജിലെ അധ്യാപികയുമാണ്. നല്ല സാമ്പത്തികമുണ്ട് അവർക്ക്. ഒരു കോളേജ് അധ്യാപകനും അധ്യാപിക്കും എത്ര സാലറി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ദാരിദ്ര്യവും ഇല്ല. നല്ല വീട്, ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്നു, മുറ്റത്തൊരു ഷട്ടിൽ കോർട്ട്, ഷട്ടിൽ കളിക്കാനുള്ള ഒരു കോർട്ട്, ആളാം വീതം വാഹനം, ഇന്റർലോക്ക് ചെയ്ത മുറ്റം, എല്ലാ സംവിധാനവും ഉള്ള ഒരു വീട്, വീടും ചുറ്റുപാടും, മിടുമിടുക്കരായ മക്കളും. അവർക്ക് പള്ളിയുമായി ഒരു പ്രശ്നവുമില്ല, പക്ഷെ അവർ പള്ളി പോകാറില്ല. പള്ളിയിലുള്ള ആളുകൾക്ക് അവരോട് യാതൊരു പിണക്കവുമില്ല. കാരണം പെരുന്നാളിന് കുറച്ച് സഹായം വേണമെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ കൊടുത്തേക്കും. പള്ളിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് 50 രൂപ കൂടുതൽ കൊടുത്തേക്കും. പക്ഷെ അവർ പള്ളി പോകാറില്ല, അവർ പ്രാർത്ഥിക്കാറില്ല, കുടുംബ പ്രാർത്ഥനയേ ഇല്ല. അപ്പോൾ അവരിങ്ങനെ പുച്ഛിച്ച് കളിയാക്കും അടുത്തുള്ള വീട്ടുകാരെ, അപ്പുറത്തുള്ള ആൾക്കാരെ. എന്താ പറഞ്ഞെന്നറിയാമോ? ഓ, ഈ മണ്ണന്മാര് എപ്പോഴും പ്രാർത്ഥനയായിട്ട് നടക്കുക. നമ്മൾ വല്ലതും പ്രാർത്ഥിച്ചിട്ടാണോ ഈ ജോലി കിട്ടിയത്? നമ്മൾ വല്ലതും പ്രാർത്ഥിച്ചിട്ടാണോ വീട് പണിതത്? നമ്മൾ വല്ലതും പ്രാർത്ഥിച്ചിട്ടാണോ കാറ് മേടിച്ചത്? നമ്മുടെ മക്കളാണെങ്കിൽ എല്ലാത്തിനും A+ കിട്ടും, നല്ല മാർക്ക് കിട്ടും, മിടുമിടുക്കരാണ്, സ്കൂളിലെ സ്റ്റാറാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ ഇങ്ങനെ സ്റ്റാറായി നിൽക്കുന്നത് അവർക്ക് ഒരു അഭിമാനമാണ്. അധ്യാപകർക്കൊക്കെ 100 നാവാണ് അവരെ കുറിച്ച് പറയാൻ, മിടുമിടുക്കരായ മക്കൾ. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഞങ്ങളൊന്നും പള്ളിയിൽ പോകാറില്ല, ഞങ്ങളൊന്നും വലിയ പ്രാർത്ഥനയ്ക്കൊന്നും പോകാറില്ല,
ഇവരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഇവർക്കുണ്ടോ വീട്? ഇവരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഇവരുടെ മക്കൾക്കുണ്ടോ ഇത്രയും വിദ്യാഭ്യാസം? അവര് നാളുകൾ നോക്കുമ്പോൾ സത്യമാണ്. നമ്മുടെ വിശ്വാസമൊക്കെ പെട്ടെന്ന് തകർന്നു പോകാൻ ഇങ്ങനെ ഒരു 2 സംഭവം മതി. 10ാം ക്ലാസ്സിൽ പരീക്ഷയിൽ എല്ലാത്തിനും A+ കിട്ടിയത് ഈ വീട്ടിലെ ആ മൂത്തയാൾക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഓടിച്ചൊരിക്കൽ പോയപ്പോൾ റോഡിന്റെ പല ഭാഗത്തും ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് കണ്ടു. ആ കൊച്ചിന്റെ ഫോട്ടോയൊക്കെ വെച്ച് അനുമോദനങ്ങൾ, എല്ലാത്തിനും A+ കിട്ടിയ, അഭിമാനമായി മാറിയ എന്നയാൾക്ക് അഭിമാനങ്ങൾ, ഭയങ്കര സന്തോഷം അറിയിച്ചിരിക്കുന്നു. നാട്, പഞ്ചായത്ത്, പള്ളി എല്ലാം സ്വീകരണം കൊടുത്തു. +1 +2 കഴിഞ്ഞു. അപ്പോഴും കിട്ടി നല്ല മാർക്ക്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു സിവിൽ സർവീസിന് പോകുന്നത് നല്ലതാണ്, ചിലര് പറഞ്ഞു മെഡിസിന് പോകുന്നത് നല്ലതാണ്, കഴിവുണ്ടല്ലോ, സാമ്പത്തികമുണ്ടല്ലോ. പക്ഷെ അവൻ അമ്പിനും വില്ലിനും എടുക്കത്തില്ല. അവൻ ഉടനെ പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ പോകണം, എനിക്ക് കമ്പ്യൂട്ടറാണ് പഠിക്കേണ്ടത്, എനിക്ക് IT മേഖലയാണ് ഇഷ്ടം. അപ്പോൾ മാതാപിതാക്കളുടെ ഇഷ്ടം സിവിൽ സർവീസും മെഡിസിനൊക്കെയാണ്. അവനാണെങ്കിൽ ഇത് രണ്ടുമേ താല്പര്യമില്ല. അപ്പോൾ ചില കുടുംബക്കാർ പറഞ്ഞു അവന്റെ ഇഷ്ടം അതാണെങ്കിൽ നിങ്ങൾ പിടിവാശി പിടിക്കണ്ട, അവൻ ബാംഗ്ലൂർ പോട്ടെ, അവൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവരുടെ കുടുംബക്കാർ ഒരാൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് നല്ല കോളേജ് ഏതാണെന്ന് അന്വേഷിച്ചു. നല്ല സ്ഥലത്തൊരു അഡ്മിഷൻ മേടിക്കാൻ ഇടയായി. നല്ലൊരു ഹോസ്റ്റലിലും ആ പയ്യനെ നിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇവരുടെ കുടുംബക്കാർ ബാംഗ്ലൂർ താമസിക്കുന്നവരെ ഗാർഡിയനാക്കി വെച്ചു. അങ്ങനെ ആ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് തിരിച്ചു പോന്നു. എല്ലാ ദിവസവും അവർ ഫോൺ വിളിക്കാറുണ്ട്. മമ്മി, പപ്പ, എല്ലാ വിശേഷങ്ങളും ചോദിച്ചു മിണ്ടാറുണ്ട്. പക്ഷെ അവരൊരിക്കലും ചോദിക്കാറില്ല നീ പ്രാർത്ഥിക്കാറുണ്ടോ, വചനം വായിക്കാറുണ്ടോ, ദൈവത്തെ അറിയാറുണ്ടോ, ഒന്നും ചോദിക്കാതെ. ആ വിഷയമേ അവരുടെ സംസാരത്തിന്റെ ഭാഗമല്ലായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ, ഈ വാർത്ത നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും, 6 മാസം കഴിഞ്ഞപ്പോൾ പേപ്പറിൽ ഒരു വാർത്ത വന്നു. തമിഴ്നാട് പോലീസ് തമിഴ്നാട്ടിൽ വെച്ച്, തമിഴ്നാടിന്റെ ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച് വില കൂടിയ മയക്കുമരുന്നുമായി ആള് പിടിയിലായിരിക്കുന്നു. TNSRTC ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച് പിടിച്ചു. ആരോ ഒറ്റിയതാണ്. അല്ല, 6 മാസമേ ആയിട്ടുള്ളൂ കോളേജിൽ ചേർത്തിട്ട്. അല്ലാതെ തമിഴ്നാട്ടിലല്ല ചേർത്തത്, കർണാടകയിലാണ്. പിന്നെ എങ്ങനെ ആളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യണം? 6 മാസം കഴിയുന്നതിന് മുമ്പ് ഇവൻ താൻ പഠിക്കുന്ന കോളേജിൽ നിന്ന്, ഹോസ്റ്റലിൽ നിന്ന് പലർക്കുമായിട്ടുള്ള ലഹരി മരുന്ന് തമിഴ്നാട്ടിൽ പോയി ഏതോ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച് ട്രാൻസ്പോർട്ട് ബസ്സിൽ കൊണ്ടുവരുന്ന ഏജന്റായി മാറിയിരിക്കുന്നു. അവനെ പോലീസ് പിടിച്ചു. സാധാരണയിൽ കൂടുതലായ നല്ല അടി തമിഴ്നാടിന്റെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുകയും അവന് ലോക്കപ്പിലാവുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് കുടുംബക്കാർ വാഹനമെടുത്ത് ആ സ്ഥലത്തേക്ക് പോയി സ്വാധീനം ഉപയോഗിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോൾ പോലും ആ മനുഷ്യൻ പിന്നീട് പഠിക്കാൻ പോയിട്ടില്ല. ആളുടെ ശരീരമൊക്കെ വല്ലാതെ മാറി. പണ്ടത്തെ ആ വെളുപ്പൊന്നും ഇപ്പോൾ കാണുന്നില്ല, മുഖത്തൊന്നും ആ ഭംഗിയില്ല, ശരീരം വല്ലാതെ മെലിഞ്ഞു. എപ്പോഴും പ്രത്യേക തരത്തിൽ ഒരു രോഗിയെ പോലെയുള്ള ചുമ. ഇപ്പോൾ പഠിത്തമൊന്നുമില്ല. ഇപ്പോൾ ആ അമ്മ പറഞ്ഞ കാര്യം കോളേജ് അധ്യാപിക പറയുകയാണ്, 10-22 വർഷം ദൈവത്തെ വിളിക്കാത്തതിന്റെയും പ്രാർത്ഥിക്കാത്തതിന്റെയും ആരാധിക്കാത്തതിന്റെയും കുറവ് 22 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. 10-22 വർഷമായിട്ടാണ് മനസ്സിലായത്. ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ വഴിയെ പോകുന്ന റബ്ബർ വെട്ടുകാരനോട് പോലും ഈ ടീച്ചർ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് ഒരു ദിവസം അവധി കിട്ടിയാൽ ഞാനും നിങ്ങൾ പോകുന്ന ആ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചോളാം കേട്ടോ, എനിക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കണേ എന്റെ മകന് വേണ്ടി. അയ്യോ, അങ്ങനെ അല്ലായിരുന്നല്ലോ പണ്ട് പറഞ്ഞത്, അല്ല അങ്ങനെ അല്ലായിരുന്നല്ലോ നിങ്ങൾ ചിന്തിച്ചത്. ഇപ്പൊ എന്നാ പറ്റി? ഇപ്പോൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല, ഉണങ്ങിപ്പോയി, ഭാവി ഉണങ്ങിപ്പോയി. ഇനി ആ മകന് ഒരു കുടുംബജീവിതം പോലും സാധ്യമാണോ എന്ന് സംശയമാണ്. അത്രമേൽ ലഹരി വസ്തുക്കൾ കടുமைയായി പോയി, ശരീരം പോലും ക്ഷീണിച്ചു പോയി. ഈ വചനം സത്യമാണ്. ദൈവത്തെ മറക്കരുത്. നാം എടുക്കാനാണെങ്കിലും ദൈവത്തെ മറക്കുന്നവരുടെ ജീവിതം, ഭാവി, പ്രത്യാശ ഈ മരം പോലെ ഉണങ്ങിപ്പോകും.
ആരും ഉണങ്ങാൻ പാടില്ല. എന്തിനാണ് ഈ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ചെവികളിൽ മുഴക്കി തരുന്നത്? നിങ്ങൾ ദൈവത്തെ മറക്കരുത്, ദൈവത്തോട് പിണങ്ങരുത്, ദൈവവചനത്തെ മാറ്റി നിർത്തരുത്, പിറകോട്ട് പോകരുത്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആഗ്രഹമാണോ? നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കണം. അപ്പോൾ നിങ്ങൾ വളരും, പുതിയ ശാഖകൾ ഉണ്ടാകും, വാടിപ്പോകില്ല. പേപ്പറിൽ വന്ന വാർത്തയാണിത്. വല്ലാതെ നാണം കെട്ടുപോയി അവർ, വല്ലാതെ വിഷമിച്ചു പോയി. പിന്നീട് അവർ ഒരുപാട് ബ്രോക്കർമാരോട് പറഞ്ഞു അത്രേ, ഞങ്ങൾക്ക് ഈ വീടും സ്ഥലവും കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് ഈ നാട്ടിൽ നിന്ന് മാറണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പല ബ്രോക്കർമാരോടും പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടുന്ന് മാറണം. വല്ലാതെ മാനസികമായി തകർന്നു. വചനം സത്യമാണ്, വചനം സത്യമാണ്. ഞാൻ പറഞ്ഞത് കഥപുസ്തകത്തിലെ ഒരു കാര്യമല്ല, ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവഭക്തി ഇല്ലാത്തവൻ, ദൈവത്തെ മറക്കുന്നവർ ജീവിതത്തിൽ ഉണങ്ങിപ്പോകും. അപ്പോൾ ദൈവത്തെ മറക്കാത്തവരോ ജീവിതത്തിൽ നന്നായി വളർന്നു വരും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ശരമേറ്റി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവവചനത്തോട് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തമായ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരട്ടെ. ഒന്ന് കണ്ണുകളെ അടച്ച്, നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിലാണോ ഇഷ്ടമില്ലാത്ത രീതിയിലാണോ ഇവിടെ വന്നത് എന്ന് എനിക്ക് വ്യക്തമല്ലെങ്കിലും ചിലരെങ്കിലും വന്നത് ഒത്തിരി ആഗ്രഹിച്ചാണ്, ചിലരൊത്തിരി പ്രതീക്ഷിച്ചാണ്, ചിലരൊക്കെ വന്നത് മറ്റൊരാൾ നിർബന്ധിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി വഴക്ക് വരെ കൂടിയിട്ടുണ്ടാകും. ഒരു വലിയ വഴക്കിന് ശേഷമായിരിക്കും ഇവിടെ വന്നത് പോലും. ചിലപ്പോൾ സങ്കടഭാരത്തോടെയാണ് വന്നത്. ഏത് കാര്യമാണെങ്കിലും ദൈവസന്നിധിയിൽ കൊടുത്തേ. ദൈവത്തെ മറക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തെ മറക്കരുത്. സമ്പത്ത് വരുമ്പോൾ സമ്പത്തിന്റെ ഒപ്പം ഉരുണ്ടു പോകരുത്. ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. എനിക്ക് ദൈവാനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നൊരു ശുശ്രൂഷകൻ ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരുമായിരുന്നില്ല. മനസ്സിലൊന്ന് ജീവിതത്തെ, കുടുംബത്തെ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, +2 പഠിക്കുന്നവർ, വിവിധ വിദ്യാഭ്യാസ നിലവാരം മുന്നോട്ട് നീങ്ങുന്നവർ, വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, നിങ്ങളുടെ ചെവികളിൽ മനസ്സിൽ കുറിച്ചിടുക, ദൈവത്തെ മറക്കരുത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവത്തെ മറക്കുന്നവർ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകുമെന്ന്. ഉണങ്ങിപ്പോകരുത്. നിങ്ങൾ വേണം ഈ കുടുംബത്തിന്റെ ഭാഗ്യമായി മാറേണ്ടവരാണ്. ഇപ്പോൾ കേട്ട വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. 2 കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എന്നിട്ട് ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് അനുഗ്രഹം ലഭിക്കത്തക്ക വിധം ഒരു തീരുമാനമെടുത്തേ. അനുഗ്രഹം ലഭിക്കത്തക്ക വിധം ഒരു ഡിസിഷൻ എടുത്തേ. ഡിസിഷൻ പോരാ, ഡിറ്റർമിനേഷൻ വേണം. ഉറച്ച തീരുമാനം വേണം. ഡിറ്റർമിനേഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ മലയാള അർത്ഥം തീരുമാനം എന്ന് മാത്രമല്ല, ഉറച്ച തീരുമാനം എന്നാണ്. ഉറച്ച തീരുമാനം. ഡിസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം തീരുമാനം എന്നാണ്. ഡിറ്റർമിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഉറച്ച തീരുമാനം എന്നാണ്. നമുക്ക് ഡിസിഷൻ അല്ല വേണ്ടത്, ഡിറ്റർമിനേഷൻ ആണ്. ഉറച്ച തീരുമാനം. ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് വരത്തക്ക വിധം, ലഭിക്കത്തക്ക വിധം, ഒരു വിടുതൽ ലഭിക്കത്തക്ക വിധം, ഒരു അഭിഷേകം ലഭിക്കത്തക്ക വിധം, ഒരു വളർച്ച ലഭിക്കത്തക്ക വിധം വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. വളരെ വളരെ മനോഹരമായ ഒരു ദൈവവചനമാണ് കേട്ടത്. ഇനിയും അനുവദിക്കപ്പെട്ട സമയത്ത് ദൈവത്തോടുള്ള ബന്ധം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല കാര്യം നിങ്ങളോട് പറയുവാൻ, പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെടുക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായമാണ്. 12ാം അധ്യായത്തിന്റെ ദൈവത്തോട് നല്ല ബന്ധമുള്ള ഒരാളെ കണ്ടു. എങ്ങനെയുള്ള ആളെ? ദൈവത്തോട് നല്ല ബന്ധമുള്ള ഒരാളെ. അതാണ് ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായത്തിൽ. ആളുടെ പേരെന്താണ്? അബ്രഹാം. കോടീശ്വരനായിരുന്നു. എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ കണക്ക്. അത്രയും കോടീശ്വരനായ ഒരാൾ ഇപ്പോൾ ഈ മൈതാനത്തുണ്ടാകില്ലായിരിക്കാം. അന്നത്തെ കാലത്തെ നല്ല പണമുള്ള ഒരാൾ, സ്വാധീനമുള്ള ഒരാളാണ് അബ്രഹാം. അബ്രാഹത്തിന്റെ ഒരു സ്വഭാവം എഴുതിയിട്ടുണ്ട്. 8ാമത്തെ വാക്യം അബ്രാഹത്തിന്റെ സ്വഭാവമാണ്. ആ ബന്ധം എഴുതിയിരിക്കുകയാണ്.
അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അടുത്ത വാക്യം വായിച്ച്. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു. അതാണ് അബ്രാഹത്തിന് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ്, ബന്ധം. ഇന്നത്തെ പോലെ ധ്യാനമോ കൺവെൻഷനോ ഉണ്ടായിരുന്നോ ആ കാലത്ത്? ഇന്നത്തെ പോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് പോലും അബ്രാഹാം എന്ത് ചെയ്തു? അവിടെ ഒരു ബലിപീഠം പണിതു. എന്നിട്ടോ കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. അതാണ് അബ്രാഹത്തിന്റെ ഒരു പ്രത്യേകത. ദൈവത്തോട് ബന്ധമുള്ള ഒരു മനുഷ്യൻ, ദൈവത്തോട് ബന്ധമുള്ള അബ്രഹാം. ഹല്ലേലൂയ. ഇനി അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഒരാൾക്ക് ദൈവത്തോടുള്ള ബന്ധമുണ്ടെങ്കിൽ വെളിപ്പെടുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പ്രസംഗത്തെ രൂപത്തിൽ പറയുവാൻ ആഗ്രഹമുണ്ട്. 10-ാമത്തെ വാക്യം. അവിടെ ഒരു ക്ഷാമമുണ്ടായി. അവിടെ ഒരു ക്ഷാമമുണ്ടായി. ഒരു സിറ്റുവേഷൻ പറയുകയാണ്. ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ. കടുത്ത ക്ഷാമം. നമുക്ക് ക്ഷാമം എന്ന വാക്ക് മാത്രമേ പരിചയമുള്ളൂ. ഇന്ന് ക്ഷാമം എന്ന വാക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്താണ് ക്ഷാമം? പട്ടിണി, ദാരിദ്ര്യം. ചിലപ്പോൾ പ്രായമായ ചില അപ്പച്ചന്മാർ അമ്മച്ചിമാർക്കൊക്കെ കുറച്ചെങ്കിലുമൊക്കെ അതോട് ബന്ധമുള്ള ചില കഥകൾ, അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഇന്നത്തെ കാലത്ത് എങ്ങോട്ടിറങ്ങിയാലും ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ഇനി വീട്ടിൽ നല്ല ഭക്ഷണമല്ലെങ്കിൽ അന്നേരം അവർ ഓർഡർ ചെയ്ത് ഭക്ഷണം വരുത്തും. ഇന്ന് ക്ഷാമമില്ല, ഇന്ന് ഇഷ്ടം പോലെയാണ്. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ, പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എങ്ങനെയാണ്? എന്തുണ്ടാക്കും എന്നാണ്. എന്ത്? രാവിലെ എന്തുണ്ടാക്കും? ഇന്ന് ചിന്തിക്കുന്നത് നാളെ ഇഡലി വേണോ, പൊറോട്ട വേണോ, ബിരിയാണി വേണോ, എന്താ വേണ്ടേന്നാണ്. ഇന്ന് നമുക്ക് പണ്ട് നാളെ ദൈവമേ ഉടുക്കാനുള്ള ഡ്രസ്സ് ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. ഇന്ന് അലുമാരി മുഴുവൻ തുറന്നു വെച്ചിട്ട് ഏതുടുക്കും? ഈ കളർ വേണോ, ഈ കളർ വേണോ, ഈ കളറേ അത് വേണ്ട, ഈ കളർ അതും വേണ്ട. ഇന്ന് എന്താ ചെയ്യൽ? അതുപോലെ അടങ്ങിയിരിക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ ഇഷ്ടം പോലെ. നോമ്പ് കാലത്ത് നോമ്പെടുത്തവർ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുന്നില്ല. നോമ്പെടുക്കുന്നത് നല്ലതാണ്. പലരും നോമ്പെടുത്തിട്ടില്ല. എന്നെങ്കിലും അത് ആരംഭിക്കണം. കാരണം അതൊരാളെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കാരണമാക്കുന്നതാണ് നോമ്പ്. അതിലൂടെ ആരും ആരുടെയും ജീവിതം മുടങ്ങിപ്പോയിട്ടില്ല. അതൊരാളുടെ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടയാളമാണ് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതൊരു വലിയ വിഷയം, പ്രധാനമുള്ളൊരു കാര്യം തന്നെയാണ്. അതിലാരും മാറി നിൽക്കരുത്. അത് ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നൊരു വഴിയാണ്. എന്നിട്ട് അബ്രാഹാം എന്തു ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അബ്രാഹാം അവിടെ ക്ഷാമമായപ്പോൾ എങ്ങോട്ട് പോയി? ഈജിപ്തിൽ പോയി. ഈജിപ്തിൽ പോയി. ക്ഷാമവും പട്ടിണിയായോണ്ട് ഈജിപ്തിൽ പോയി. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എഴുതിയിട്ടുണ്ട്. 11-ാമത്തെ വാക്യം. ഈജിപ്തിൽ എത്താറായപ്പോൾ. ഈജിപ്തിലേക്ക് ഇനി വളരെ വളരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. അബ്രഹാം നല്ലൊരു വിശ്വാസിയാണ്, വിശ്വാസികളുടെ പിതാവാണ്, ദൈവത്തോട് നല്ല ബന്ധമുള്ള ഒരാളാണ്, ശക്തമായ ബന്ധമുള്ള ഒരാളാണ്. ആ അബ്രഹാം ഭാര്യയോട് പറയുകയാണ്, നമ്മൾ ഈജിപ്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സാറായെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണെന്ന് ആരോടും പറഞ്ഞേക്കരുത്. നീ കാണാൻ അഴകുള്ളവളാണ്. അവിടെ ചെല്ലുമ്പോൾ നിന്നെ കാണാൻ അഴകുള്ളവളായതുകൊണ്ട് ഞാൻ ഭർത്താവാന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ എൻ്റെ തല വെട്ടും, എന്നെ ചിലപ്പോൾ കൊന്നുകളഞ്ഞിട്ട് നിന്നെ സ്വന്തമാക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. സ്വന്തം ഭാര്യയെ പോലും സംരക്ഷിക്കാൻ പരാജയപ്പെട്ടു പോയി നിൽക്കുന്ന ഒരു അബ്രഹാം. ഞാനത് മുഴുവൻ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുള്ളൂ, അത് വായിച്ചു കേൾക്കാം. 11-ാമത്തെ വാക്യം. ഈജിപ്തിൽ എത്താറായപ്പോൾ. ഈജിപ്തിൽ എത്താറായപ്പോൾ ഭാര്യ സാറയെ വിളിച്ച് അവൻ പറഞ്ഞു ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ ചെവിയില്. നീ കാണാൻ അഴകുള്ളവളാണെന്ന്. നീ കാണാൻ ഒത്തിരി സുന്ദരിയാണ്, മിടുക്കിയാണ്.
നിന്നെ കാണാൻ ഒത്തിരി സൗന്ദര്യമുണ്ട്, എനിക്കറിയാം. 12-ാമത്തെ വാക്യം, നിന്നെ കാണുമ്പോൾ ഈ നാട്ടിലുള്ള ചില ആളുകൾ പറയും, ഈജിപ്തുകാർ പറയും, ഇവൾ എന്റെ ഭാര്യയാണ്, ഇവൾ അവന്റെ ഭാര്യയാണ്. എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും. നോക്കൂ, ഒരു മനുഷ്യന്റെ, ഒരു ഭർത്താവിന്റെ നിസ്സഹായ അവസ്ഥ വായിച്ചിട്ടുണ്ടോ? ഇതുപോലെ അക്കമിട്ട് ഒരു ഭർത്താവ് ഭാര്യയോട് പറയുവാണ്, എടി, ഇനിയുള്ള മുന്നോട്ടുള്ള കാലം വളരെ ബുദ്ധിമുട്ടാണ്. നീ എൻ്റെ ഭാര്യ സുന്ദരിയാണ്, എനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ ഈജിപ്തിലേക്കാണ് പോകുന്നത്, രാജഭരണമാണ്. രാജാവ് പറയുന്നതാണ് അവസാനത്തെ വാക്ക്. ആരും ചോദിക്കാനും പറയാനും ഇന്നത്തെ പോലെ ഹർത്താലും ഇംഗ്ലാം വിളിക്കാനൊന്നും ആരുമില്ല. അദ്ദേഹം പറയുന്നതാണ് ലാസ്റ്റ് വാക്ക്. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നീ സുന്ദരി ആയതുകൊണ്ട് ആ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് നിന്നെ സ്വന്തമാക്കാൻ തോന്നിയാൽ, ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഭർത്താവായ എൻ്റെ തലവെട്ടി കൊന്നുകളയും. അതുകൊണ്ട് നീ എന്നോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് 13-ാമത്തെ വാക്യം, നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ, എനിക്കൊരു അപകടമുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എന്റെ സഹോദരിയാണെന്ന് പറയണം. സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. എന്തോ ഒരു ഗതികേട്. നോക്കൂ, ശ്രദ്ധിച്ചോ, ആരാണ് ഈ അബ്രഹാം? ദൈവത്തോട് ബന്ധമുള്ള ആളാണ്. ഈജിപ്തിൽ ചെന്നപാടെ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പലരും നോട്ടമിട്ടു. ആ നാട്ടിലെ ആണുങ്ങൾ ചോദിച്ചു, ആരാണിവൾ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഈ പുള്ളിക്കാരത്തിനെ, കൊള്ളാലോ എന്നൊരു അഭിപ്രായം അവിടെ ഉണ്ടായി. അബ്രഹാം പറഞ്ഞത് ശരിയാണ്. ഉടനെ ഒരാൾ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് പറഞ്ഞു, കാണാൻ കൊള്ളുന്ന സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, കൊണ്ടുവരാൻ പറ. ഉടനെ രാജാവിന് ആഗ്രഹം, എന്റെ ഭാര്യയായി രാജ്ഞിയായി ഇവിടെ ഇരിക്കട്ടെ, കൊട്ടാരത്തിൽ നിൽക്കട്ടെ, കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അബ്രഹാം മനസ്സ് ചിന്തിച്ചതുപോലെ വന്നു. ആ വാക്യം കൂടെ വായിക്കാം. 14-ാമത്തെ വാക്യം, അവർ ഈജിപ്തിലെത്തി. അബ്രഹാമും ഭാര്യ സാറായും ഈജിപ്തിലെത്തി. അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി. അവളെ കണ്ടപ്പോൾ ഫറവോയോട് ജനം പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ അവളെ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഇപ്പോൾ അബ്രാഹത്തിന്റെ ഭാര്യ ഇപ്പൊ എങ്ങോട്ട് പോയി? അബ്രഹാം സ്നേഹിച്ച് കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഒപ്പം നിർത്തിയ ഭാര്യയെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അധികം താമസിയാതെ രാജാവിന്റെ ഭാര്യയായിടങ്ങ് മാറും. സഹിക്കുക, അത്ര തന്നെ അതല്ലേ പറ്റുള്ളൂ. അങ്ങനെ വേദനിച്ചിരിക്കുമ്പോൾ അബ്രാഹത്തിന് ഇതിനെ മാത്രം അതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള ശക്തിയൊന്നുമില്ല. ഇനി അടുത്ത കാര്യം എന്നറിയാമോ? അബ്രാഹത്തിന് രാജാവ് സഹോദരിയല്ലേ കിട്ടിയത്, കുറെ ആടുകളും മാടുകളും ഒട്ടകങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു വിട്ടു. ഇനി 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. ദൈവത്തോട് ബന്ധമുള്ളവന്റെ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒന്നാമത്തെ അനുഗ്രഹം. 17-ാമത്തെ വാക്യം, പക്ഷേ അബ്രഹാമിന്റെ ഭാര്യ സാറയെ പ്രതി കർത്താവ് ഫറവയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. ദൈവത്തോട് ബന്ധമുള്ളവന്റെ ഭാര്യയെ തൊട്ടപ്പോൾ ശത്രുവിന്റെ കൈ പൊള്ളി. ദൈവത്തോട് ബന്ധമുള്ളവന്റെ കുടുംബത്തെ ശത്രുവിന് തൊടാൻ കഴിയില്ല. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്കരുത്, ഇവിടെ അബ്രഹാം ആരെന്നറിയാമോ? ഭാര്യയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ അവന്റെ ഭാര്യയെ സംരക്ഷിച്ചത് ആരാണ്? ആര് സംരക്ഷിച്ചു? ദൈവം സംരക്ഷിച്ചു. എന്താണ് കാരണം? അവന്റെ കുടുംബത്തെ ദൈവം സംരക്ഷിക്കാൻ കാരണം അതാ മുകളിൽ എഴുതിയിട്ടുള്ളത്. അബ്രഹാം ബലിപീഠം പണിത് ബലി അർപ്പിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നല്ല ബന്ധമുള്ളവനായിരുന്നു. ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവം സംരക്ഷിക്കും. ദൈവത്തോട് ബന്ധമുള്ളവന്റെ ആരോഗ്യത്തെ ദൈവം കാത്തുകൊള്ളും. ദൈവത്തോട് ബന്ധമുള്ളവന്റെ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. ദൈവത്തോട് ബന്ധമുള്ളവന്റെ തലമുറയെ ദൈവം സംരക്ഷിക്കും. ഹല്ലേലൂയ. അബ്രഹാം അവിടെ ഹർത്താലിനോ ആഹ്വാനം ചെയ്തില്ല. അബ്രഹാം അവിടെ ചെന്ന് എന്റെ ഭാര്യയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ ആളുകളെ
കൂട്ടി കൊട്ടാരത്തിൽ സമരത്തിന് വന്നില്ല, ഒന്നും മിണ്ടിയില്ല. പക്ഷെ രാജാവിന് കൈ പൊള്ളാൻ തുടങ്ങി. മഹാമാരികളാൽ ദൈവം രാജാവിനെ പീഡിപ്പിച്ചു. ആള് പേടിച്ചു പോയി. ആള് രാജാവാണേലും അബ്രാഹത്തെ ഉടനെ വിളിപ്പിച്ചു. എന്നിട്ട് എന്നാ പറഞ്ഞെന്നറിയാമോ? 18-ാമത്തെ വാക്യം, തന്മൂലം ഫറവോ അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു. ഉടനെ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായപ്പോൾ ആ രാജാവ് വിളിച്ചു, എബ്രഹാം ഒന്ന് ഇവിടെ വരെ വരണം, വളരെ വേഗത്തിൽ വരണം, നാളെ ആക്കരുത്, ഇന്ന് തന്നെ വരണം. അപ്പോൾ അബ്രഹാം ചിന്തിച്ചു കാണും, എന്താണാവോ ഇനി എന്നെ കൊല്ലാനാണാവോ എന്ന് ചിന്തിച്ചു കാണും. ഇനി എന്താ അബ്രാഹത്തോട് പറഞ്ഞെന്നറിയാമോ? നീ ഇത് ചെയ്തത് എന്താണ്? നീ എന്താണ് ചെയ്തത്? വളരെ ബഹുമാനത്തോടെ ചോദിക്കുകയാണ്. രാജാവ് ചോദിക്കുകയാണ്, സ്ഥലത്തെ പ്രൈം മിനിസ്റ്ററാണ് ചോദിക്കുന്നത്. നീ എന്താണ് ഞങ്ങളോട് ചെയ്തത്? അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട്? അബ്രഹാം, നിന്റെ ഭാര്യയാണെന്ന് എന്തി പറയാതിരുന്നത്? നീ സഹോദരിയാണെന്ന് എന്താണ് കള്ളം പറഞ്ഞത്? എന്താണ് ഈ ചെയ്തത്? ഇപ്പോൾ എന്ത് പറ്റി? ഈ മാറ്റത്തിന് എന്താണാവോ കാരണം? എന്താണാവോ ഈ മാറ്റത്തിന് കാരണം? ദൈവത്തോട് ബന്ധമുള്ളവനെ ഒരു ശത്രുവിനും തൊടാൻ കഴിയില്ല, ഒരു മന്ത്രവാദിക്ക് തൊടാൻ കഴിയില്ല, ഒരു കൂടോത്രക്കാരന് ചെയ്യാൻ കഴിയില്ല, ഒരു ക്ഷുദ്രപ്രയോഗക്കാരന് ചെയ്യാൻ കഴിയില്ല. ദൈവത്തോട് ബന്ധമുള്ളവനെ ഒരു ശക്തിക്ക് തൊടാൻ കഴിയില്ല. എങ്ങനെ മനസ്സിലായി? ബൈബിൾ വചനം അതുപോലെ എഴുതിയിരിക്കുന്നു. ഫറവോ വലിയ പുലിയാണ്, നാട്ടിലെ പ്രൈം മിനിസ്റ്ററാണ്, ഇന്നത്തെ പ്രധാനമന്ത്രി ഇരിക്കുന്നത് പോലെ അതേ ചെയറിൽ അതേപോലത്തെ കസേരയിൽ രാജ്യം ഭരിക്കുന്നയാളാണ്. ഇപ്പോൾ മാന്യമായി പെരുമാറുന്നത്. അബ്രഹാം എന്താണ് നുണ പറഞ്ഞത്? എന്താ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത്? അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കണ്ടേ? ഫറവോ, അങ്ങേക്ക് എന്താണ് ഈ മാറ്റത്തിന് കാരണം എന്താണാവോ? അപ്പോൾ ഉത്തരം കിട്ടും, ദൈവത്തോട് ബന്ധമുള്ളവന്റെ കുടുംബത്തെ തൊടാൻ പറ്റിയില്ല രാജാവായിട്ട് പോലും. നിങ്ങൾക്ക് ദൈവത്തോട് ബന്ധമുണ്ടോ? പിശുക്ക് കാണിക്കരുത് ദൈവത്തോടുള്ള ബന്ധത്തിന്. ദൈവത്തോട് ബന്ധമുള്ളവൻ പ്രാർത്ഥനയിൽ പുറകോട്ട് പോകില്ല. ദൈവത്തോട് ബന്ധമുള്ളവൻ ദേവാലയത്തോട് പിണങ്ങില്ല. ദൈവത്തോട് ബന്ധമുള്ളവൻ വിശുദ്ധ കുർബാനയിൽ അകന്നു നിൽക്കില്ല. ദൈവത്തോട് ബന്ധമുള്ളവൻ കുടുംബ പ്രാർത്ഥന മുടക്കില്ല. ദൈവത്തോട് ബന്ധമുള്ളവൻ നോമ്പെടുക്കാതിരിക്കില്ല. ദൈവത്തോട് ബന്ധമുള്ളവൻ ഉപവാസമെടുക്കും, നോമ്പെടുക്കും, അവൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്താ പ്രത്യേകത അറിയാമോ? ദൈവത്തോട് ബന്ധമുള്ളവനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അത് അനുഭവിച്ചറിയുന്നവർ വളരെ വിരളമാണ്. അത് അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ വീടുകളിൽ പോയി ഈ വചനം സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചേക്കണമേ എന്ന് എളിമയോടെ അപേക്ഷിക്കുന്നു. വായിക്കണം. അബ്രഹാം വലിയൊരു മാറ്റം. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ പോലും കഴിയാതെ വന്നപ്പോൾ ആരാണ് അബ്രഹാത്തിന്റെ കുടുംബത്തെ സംരക്ഷിച്ചത്? ആരാണ് സംരക്ഷിച്ചത്? രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററാണോ സംരക്ഷിച്ചത്? നാട്ടുകാരാണോ? അവിടുത്തെ പ്രസിഡന്റാണോ സംരക്ഷിച്ചത്? ദൈവം ആ വ്യക്തിയുടെ കുടുംബത്തെ സംരക്ഷിച്ചു. ദൈവത്തോട് ബന്ധമുള്ള ഓരോ അമ്മയോടും ഓരോ അപ്പച്ചനോടും ഓരോ വ്യക്തിയോട് പറയട്ടെ, ആകുലത വേണ്ട, ടെൻഷനൊന്നും വേണ്ട. നിന്റെ കുടുംബത്തെ ദൈവം നോക്കിക്കൊള്ളും, ദൈവം സംരക്ഷിച്ചുകൊള്ളും. ആരും തൊടുകയില്ല, ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. കാരണം നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ളവനാണ്. ഹല്ലേലൂയ. അടുത്ത കാര്യം, അടുത്ത വാക്യം വായിക്കുകയാണ്. 20-ാമത്തെ വാക്യം. ഫറോ തന്റെ ആൾക്കാർക്ക് അബ്രഹാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു. ഒരു കൽപ്പന കൊടുത്തു. എന്താ കൽപ്പന കൊടുത്തെന്നറിയാമോ? അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുവകകളോടും യാത്രയാക്കി ഒരു കൽപ്പന കൊടുത്തു. രാജാവ് ഒരു കൽപ്പന കൊടുത്തു, ആ കുടുംബത്തെ തൊട്ടേക്കരുത്, ആ കുടുംബത്തെ ഉപദ്രവിക്കരുത്. ദൈവത്തോട് ബന്ധമുള്ളവൻ ആ രാജ്യത്തിന്റെ അറിയപ്പെടുന്ന ഒരു കുടുംബമായി മാറിയപ്പോ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം അബ്രാഹത്തിന്റെ ദൈവത്തോടുള്ള ബന്ധം പറയുകയാണ്, റിലേഷൻഷിപ്പ് പറയുകയാണ്. എനിക്കറിയാം അല്പം ബോറായിട്ടൊക്കെ തോന്നുമായിരിക്കാം, അല്പം ഇത് കട്ടിയായിട്ടൊക്കെ തോന്നുമായിരിക്കാം, ഒത്തിരി ചിരിക്കാനുള്ളതും രസകഥകളൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, ഉപകാരമാണ്. നിങ്ങൾക്ക് ഒരുപാട് പേരോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 13-ാമത്തെ വാക്യം. അബ്രാഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് വായിച്ചു കേൾക്കുമ്പോൾ ഇവിടെ ഉണ്ടോ, ഇത്രയും സമ്പത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കണം. അബ്രഹാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടു കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. 2-ാമത്തെ വാക്യം. അബ്രാഹത്തിന്റെ സമ്പത്താണ് കേട്ടോ.
അബ്രഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആള് കോടീശ്വരനാണ്, ചില്ലറക്കാരനല്ല. അന്നത്തെ കാലത്ത് പുള്ളിയുടെ വീട്ടിൽ ഒരുപാട് കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ, ഇത്രയും സമ്പത്തുള്ള ആളാണോ ദൈവത്തെ വിളിച്ചത്? അയ്യോ, സമ്പത്തുള്ളവരൊക്കെ ദൈവത്തെ വിളിക്കുന്നതിൽ ഒത്തിരി നാണമാണല്ലോ, ഞങ്ങളൊക്കെ അങ്ങനത്തെ ആൾക്കാരല്ലല്ല എന്നൊക്കെ ചിന്തിക്കുന്നത്. പാവപ്പെട്ടവരൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നു? അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം, ഇത്രയും സമ്പത്തും സ്വർണവും വെള്ളിയും വീട്ടിലുള്ളപ്പോഴും 4-ാമത്തെ വാക്യം, ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രഹാം കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. എവിടെ? ഇത്രയും സമ്പത്തുള്ള ഒരാളോ, ഇത്രയും സ്വർണമുള്ള ഒരാളോ, ഇത്രയും വെള്ളിയും ഇത്രയും കന്നുകാലികളും സ്ഥലത്തെ പ്രമാണിയായ മനുഷ്യൻ ദൈവത്തിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുവെന്ന് എന്താ അത് സൂചിപ്പിക്കുന്നത്? പണം വരുമ്പോൾ കൂടെ ഉരുണ്ടുപോയതല്ല അബ്രഹാം. നമ്മൾ പല ക്രിസ്ത്യാനികളും 10 കാശ് കൂടുതൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറക്കുന്നവരും പ്രാർത്ഥന മറക്കുന്നവരുമാണ്. പണം വരുമ്പോൾ കൂടെ ഉരുണ്ടുപോയവരാ പലരും. ഒരാള് തമാശക്കാണെങ്കിലും പറയുമോ, എന്റെ കൊച്ചു കാനഡയിലാണ്, എന്റെ വേറൊരു മകൻ US-ലാണ്, മാസാമാസങ്ങളിൽ പണം ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. എന്റെ സുഹൃത്തെ, നിങ്ങൾ എത്ര പണമുള്ള ഒരാളാണേലും ഒരു രോഗം വന്നാൽ ഈ പണമൊക്കെ തീരാൻ അധികം നേരം വേണ്ട. കൊച്ചു കാനഡയിലാണ് പോലും, അമേരിക്കയിലാണ് പോലും മാസാമാസങ്ങളിൽ ഇങ്ങനെ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രോഗം പോരെ, ഒരു പ്രതിസന്ധി പോരെ, ഇതൊക്കെ തോട്ടിലെ വെള്ളത്തിൽ ഒഴുകി പോകുന്നത് പോലെ പോകാൻ അബ്രഹത്തിന് ഒരുപാട് പണമുള്ളപ്പോഴും അബ്രഹാം ആർക്കാ വില കൊടുത്തത്? പറഞ്ഞേ. അബ്രഹാം ദൈവത്തിന് ബലിപീഠം പണിത് ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. ദൈവത്തോട് ബന്ധമുള്ള അബ്രഹാത്തെ കണ്ടുപഠിക്കണം. അബ്രഹാം വെറുതെയല്ല വിശ്വാസികളുടെ പിതാവായത്, വെറുതെയല്ല. ഈ അബ്രഹാത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഒത്തിരി കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അബ്രഹാം ദൈവത്തെ മറന്നില്ല. പണം വന്നപ്പോഴും സ്വർണം വന്നപ്പോഴും വെള്ളി വന്നപ്പോഴും എല്ലാം വന്നപ്പോഴും ദൈവത്തോട് ബന്ധമുള്ള അബ്രഹാം നല്ലൊരു തീരുമാനമെടുത്ത് നല്ലൊരു ബന്ധമുള്ളവരാകണം, ദൈവത്തോട് ബന്ധമുള്ളവരാകണം. ഒന്ന് കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, 5-ാമത്തെ വാക്യം, അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. ഇനി 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമോ? 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. ഒരു ദേശം മുഴുവൻ ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്തത്ര സമ്പത്ത്, ഒരുപാട് സമ്പത്ത് വന്നു. ഈ സമ്പത്തും ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരുടെ സമ്പത്ത് നോക്കുമ്പോൾ അബ്രഹാത്തിന്റെ അത്രയും സമ്പത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. ഒരുമിച്ച് താമസിക്കാൻ ഒരു ദേശം പോലും മതിയായിരുന്നില്ല, അത്രയും സമ്പത്ത്. അടുത്ത വാക്യം എങ്ങനെയാണ്? അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. വളരെയേറെ സമ്പത്ത്. ഏത് സമ്പത്താണെന്നറിയാമോ? ഇത് ദൈവാനുഗ്രഹമുള്ള സമ്പത്താണ്. എങ്ങനെയുള്ള സമ്പത്താണ്? അനുഗ്രഹമുള്ള സമ്പത്ത്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. എങ്ങനെയുമുള്ള സമ്പത്തല്ല. എങ്ങനെയുള്ള സമ്പത്താണ് അബ്രഹാത്തിന്റെ കൂടെ? ദൈവത്തോട് ബന്ധമുള്ള, അതുവഴി വന്ന അനുഗ്രഹമുള്ള സമ്പത്ത്. അത് ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ സമ്പത്തുള്ള അബ്രഹാത്തിന്റെ പ്രത്യേകത ദൈവത്തോട് നല്ല ബന്ധമുള്ള ഒരാൾ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാണ് കേട്ടോ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി പുറകോട്ട് പോയത്. നമുക്കെല്ലാം ഒരു ഫാഷനാണ്, പുറമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ചെന്നാൽ ഒത്തിരി ബൾബുകളൊക്കെ ഇട്ട് ഒരു പ്രാർത്ഥനാ മുറിയൊക്കെ ഉണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാറില്ല, ഒരുമിച്ച് കൂടാറില്ല, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാറില്ല, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാറില്ല, അനുഗ്രഹത്തിന് വേണ്ടി കരങ്ങൾ വിരിക്കാറില്ല, പലരും ചെയ്യാറില്ല. ശ്രദ്ധിച്ചേ, വളരെ ശ്രദ്ധിച്ചേ. ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഉണങ്ങാൻ തുടങ്ങിയത്. എന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുവാണ്. അയ്യോ, എനിക്ക് മാത്രമില്ലേ, എനിക്ക് മാത്രം എന്തോ പ്രശ്നമാണ്, എനിക്കെന്തോ പ്രതിസന്ധിയാണ്, എനിക്കെല്ലാം തടസ്സമാണ്, എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ വന്നത്.
ഇതൊക്കെ മാറും. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും താനേ പൊട്ടിപ്പൊക്കോളും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയേ പൊക്കോളും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വെളിച്ചം വരുമ്പോൾ ഇരുട്ടിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും പ്രതികൂലങ്ങളും തന്നെ വിട്ടുപോക്കോളും. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ഒരു ദിവസം വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വരികയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ അധികം വാഹനം ഓടിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞു, നമുക്കൊരു ചായ കുടിക്കാം, ഒരു ചായ കുടിക്കാം, എന്തെങ്കിലും ഒരു ചെറിയ കാപ്പി കുടിച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹോട്ടലിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ ചെരുപ്പിടാത്ത ഒരാൾ ഹോട്ടലിന്റെ വാതിക്കൽ എന്ന് പറഞ്ഞു, ഇറച്ചിയും മീനും ഇല്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ മനസ്സിലായത് ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു ഹോട്ടലാണ്. തിരക്കോട് തിരക്കാണ്, എല്ലാ സീറ്റും ഫുള്ളാണ്, ധാരാളം വണ്ടികൾ കിടക്കുന്നു. അപ്പോൾ ഉടനെ അവർ തന്നെ മറുപടി പറഞ്ഞു, ഇപ്പോൾ ശബരിമലയ്ക്ക് പോകേണ്ട ഒരു കാലമാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പിലാണ്, ഇറച്ചിയും മീനും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇറച്ചിയും മീനും ഒക്കെ വേണമെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിന്റെ വാതിക്കൽ അതിന്റെ ഉടമസ്ഥൻ ഒരാളെ വെച്ചിരിക്കുകയാണ്, ഇറച്ചിയും മീനും ഇല്ലെന്ന്, നോമ്പിലാണെന്ന് പോലും. നമ്മളാണെങ്കിൽ ചെയ്യുമോ? നമ്മളാണ് ചെയ്യത്തില്ല, പലരും ചെയ്യത്തില്ല. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, എന്തോ അനുഗ്രഹം വരുന്നില്ല, എന്താണെന്നറിയില്ല, ദൈവകടാക്ഷമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കത്തക്ക തീരുമാനം ഉണ്ടാവണം ജീവിതത്തിൽ. കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഇരുന്നാൽ അനുഗ്രഹം ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലോട്ട് വരില്ല. അനുഗ്രഹം ട്രെയിനിൽ നിന്ന് ഇങ്ങനെ വന്ന് കയറില്ല, തന്നെ ഇങ്ങനെ വന്നോളും. അങ്ങനെ ചുമ്മാ വരുന്നതല്ല, വിലയുള്ളതൊക്കെയും വില കൊടുത്തേ പറ്റൂ. വിലയുള്ളതിന് വില കൽപ്പിച്ചേ പറ്റൂ. കാരണം അത് വിലയുള്ളതാണ്, അത് വില കൊടുത്താലേ കിട്ടൂ. മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ പറയുന്നു, നോമ്പ് കാലമാണ്, ഞങ്ങൾ ഹോട്ടലിൽ ഇറച്ചി മീനും ഈ നാടുകളിൽ കൊടുക്കാറില്ലെന്ന്. ഇത് നോമ്പ് കാലമാണ് നമ്മുടേതും. എത്ര പേർ നോമ്പെടുത്തിട്ടുണ്ട്? സത്യസന്ധമായ ചിലർ പറയണേ, എനിക്ക് ഇറച്ചി അതൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ബന്ധമുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം വരത്തക്ക ഒരു നല്ല തീരുമാനം എടുക്കുന്നെങ്കിലും അതിലൂടെ നിങ്ങൾ കൈവരിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്, ഒരു അനുഗ്രഹമുള്ള ഒരു തീരുമാനമാണ് അതിലൂടെ വരുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾ മനസ്സിലായോ? അബ്രാഹത്തിന് ഒത്തിരി സ്വർണം വെള്ളി ഇതെല്ലാം ഉള്ളപ്പോഴും അബ്രഹാം ദൈവത്തിന്റെ ബലിപീഠം പണിയുന്നു, ദൈവത്തിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതാണ് ബന്ധം. അതുകൊണ്ടാണ് അബ്രാഹത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകാത്തത്. നിങ്ങൾക്കൊക്കെ നാളെ രക്ഷപ്പെടണം, വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചില നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളും നല്ല തീരുമാനം, അനുഗ്രഹമുള്ള തീരുമാനം. അടുത്ത വാക്യം വായിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ വേഗത്തിൽ അത് പറയാം. 8 മുതലുള്ള വാക്യത്തിൽ അബ്രാഹവും ലോത്തും ഇങ്ങനെ സംസാരിക്കുകയാണ്. ലോത്ത് പറയുകയാണ്, നമ്മുടെ പണിക്കാരും ആൾക്കാരും തമ്മിൽ ബഹളമാണ്, അതുകൊണ്ട് സ്വത്ത് നമുക്ക് വീതം ചെയ്യണം. വീതം വെക്കുന്ന വിഷയം നമ്മളുമായി ബന്ധപ്പെട്ട് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. പല വീടുകളിലും വഴക്കുണ്ടായത് സ്വത്ത് വീതം വെക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ചില മണ്ണിന്റെ പേരിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, വഴക്കുകൾ ഉണ്ടാകും. ഇവിടെ ദൈവഭക്തനായ ദൈവത്തോട് ബന്ധമുള്ള അബ്രഹാം ലോത്ത് പറയുകയാണ്, നമ്മുടെ പണിക്കാർ തമ്മിൽ വഴക്ക്, എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, നമുക്ക് വീതം വെച്ചേക്കാം, നമുക്കൊരളവുകാരനെ വിളിച്ച് അളന്നേക്കാം. അതൊന്നുമല്ല പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് നീ എടുത്തോ, നീ എടുത്തിട്ട് മിച്ചമുള്ളത് എനിക്ക് മതി. ആര് പറഞ്ഞു? ഞങ്ങൾ വീട്ടിൽ പോയി വായിക്കണം കേട്ടോ, ഇത് ഇതുപോലെ ഉണ്ടോ എന്ന് അറിയാൻ വായിച്ചു നോക്കണേ. സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അബ്രഹാം പറയുകയാണ്, ഇഷ്ടമുള്ളത് നീ എടുത്തോ. നമ്മളാണെ പറയുമോ? കാരണം അബ്രഹാത്തിന്റെ സമ്പത്ത് ദൈവമാണ്. അബ്രഹാം പറയും, എന്റെ സമ്പത്ത് ദൈവമാണ്, ഈ ഇച്ചിരി മണ്ണല്ല. പക്ഷെ ലോത്ത് ബുദ്ധിമാനാണ്, നല്ല ബുദ്ധിമാനാണ്, ജീവിക്കാൻ പഠിച്ചവനാണ്. അത്യാവശ്യം കുരുട്ട ബുദ്ധിയൊക്കെ ആൾക്കുണ്ട്, ചില തന്ത്രമൊക്കെ ഉണ്ട് പുള്ളിക്ക്. പുള്ളി ഏറ്റവും നല്ല വളമുള്ളതും
അങ്ങ് എടുത്തു. അപ്പോൾ അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു. അബ്രഹാം നോക്കിയപ്പോൾ കണ്ടത് വെറും മൊട്ടക്കുന്നായ കുറച്ച് ചീങ്കപ്പാറ കൂട്ടിരിക്കുന്ന സ്ഥലം പോലെ കുറച്ച് മിച്ചം വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ലോത്ത് എടുത്തു. ഞാനത് വേഗത്തിൽ വായിക്കാം. 10-ാം വാക്യം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സുവർണ്ണ നേരെയുള്ള ഈജിപ്തിന്റെ മണ്ണ് പോലെയുമായിരുന്നു. ലോത്ത് അത് മുഴുവൻ എടുത്തുകൊണ്ട് പുള്ളി അങ്ങ് പോയി. അബ്രഹാം ഇത്ര അധ്വാനിച്ച ഒരു മനുഷ്യനല്ലേ, കൂടെ നിന്ന് ആളല്ലേ, പുള്ളിക്ക് കുറച്ച് ജീവിക്കാൻ എന്തെങ്കിലും വരുമാനം വേണ്ടേ? പുള്ളി ഒന്നും ഓർത്തില്ല. പുള്ളിയുടെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ. സ്വത്ത് മുഴുവൻ കൊണ്ടുപോയപ്പോൾ അബ്രഹാത്തിന്റെ കൈവശം ഒന്നുമില്ല. ഒരു വെറുതെ കിടക്കുന്ന മരുഭൂമി പോലെയുള്ള മൊട്ടക്കുന്നുകൾ മാത്രം. അപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ 14-ാമത്തെ വാക്യം വർഗീസ് ബ്രദർ വായിക്കണേ. 14-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ. 14-ാമത്തെ വാക്യം. അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു. ലോത്തുണ്ടല്ലോ, ലോത്ത് ബുദ്ധിമാൻ, വളരെ വലിയ ബുദ്ധിമാൻ, ജീവിക്കാൻ പഠിച്ചവൻ. അവനാ അബ്രഹാത്തെ അന്നത്തെ കാലത്തെ ആൾക്കാരെങ്കിലും കൊണ്ടേ ചോദിച്ചൊരു മണ്ടൻ, ബുദ്ധിയില്ലാത്തവൻ, കഴകത്തില്ലാത്തവൻ അബ്രഹാം. ഇങ്ങനെയാണോ സ്വത്ത് വീതം വയ്ക്കേണ്ടത്? ഇങ്ങനെയാണോ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്? ബുദ്ധിയോടെ ചെയ്യണ്ടേ? അവിടെ ഇരുന്നോ എന്ന് നമ്മളാണെ പറയും. അബ്രഹാത്തിന്റെ കൂടെയുള്ള ലോത്ത് സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് പോകുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന നിലയിൽ അബ്രഹാം ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്ക് കേട്ടെ. നീ തലയുയർത്തി കിഴക്കോട്ടും. അബ്രഹാത്തോട് പറയണ, അബ്രഹാം. സ്വർഗത്തിൽ നിന്ന് ദൈവം വിളിച്ചു, അബ്രഹാം നീ തല താഴ്ത്തിയിരിക്കല്ലേ. അവൻ കൊണ്ടുപോകുന്നൊക്കെ കൊണ്ടോട്ടെ, അവനെ പറ്റുന്നിടത്തോളം കൊണ്ടുപോട്ടെ. അബ്രഹാം നീ വിഷമിച്ച് തല താഴ്ത്തിയിരിക്കരുത്, തല ഉയർത്തുക. എനിക്ക് അതാ നിങ്ങളോട് പറയാനുള്ളത്. പല വിഷമങ്ങളിൽ തല താഴ്ത്തിയിരിക്കുന്നവരുണ്ട്, പല വിഷമത്തിൽ സങ്കടം അനുഭവിച്ചിരിക്കുന്നവരുണ്ട്. ഇതുപോലെ പേരെടുത്ത് പറയാണ്, അബ്രഹാം, അബ്രഹാം നീ തല ഉയർത്തുക. തല ഉയർത്താൻ ദൈവം ഒരുക്കിയ കാലമാണ്. തല കുനിച്ചു ജീവിക്കുന്നവരല്ല നാം, തല ഉയർത്തി ജീവിക്കുന്നവരാണ്. അബ്രഹാത്തിന് പറയാണ്, നീ തല ഉയർത്തി എന്തു ചെയ്യണം? കിഴക്കോട്ട് നോക്കണം, പടിഞ്ഞാറോട്ട് നോക്കണം, തെക്കോട്ട് നോക്കണം, വടക്കോട്ട് നോക്കണം. അബ്രഹാം ചോദിച്ചു കാണും ചിലപ്പോൾ മനസ്സിലെങ്കിലും, എല്ലാം നഷ്ടപ്പെട്ട ഞാൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുന്നത് എന്തിനാണ് കർത്താവേ? എന്റെ എല്ലാ സമ്പത്തും എന്റെ കൂടപ്പിറപ്പ് കൊണ്ടുപോയി. അപ്പോൾ ദൈവം അബ്രഹാത്തോട് പറയുന്നത്, സാരമില്ല അബ്രഹാം, ധൈര്യമായിട്ടിരിക്കുക. നീ തല ഉയർത്തി ഈ 4 വശത്തേക്ക് നോക്ക്. അബ്രഹാം നോക്കിയിട്ട് എന്താ അബ്രഹാം അങ്ങനെ നോക്കിയ അബ്രഹാത്തോട് പറഞ്ഞത്? നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്ക് നിന്റെ സന്തതി പരമ്പരയ്ക്കും എന്നേക്കുമായി ഞാൻ തരും. നല്ല ഒരു വാക്കാണ്, വായിക്കണേ. എഴുതിയിരിക്കുകയാണ്, അബ്രഹാം വിഷമിക്കാതിരുന്ന്, ടെൻഷൻ വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, തല ഉയർത്തി നോക്ക്. ഈ കാണുന്നതൊക്കെയും നിനക്കും നിന്റെ മക്കൾക്കും. അവിടെ ഒരു വാക്കുണ്ട്, എത്ര നാളത്തേക്കാ? എന്നേക്കുമായി. 10 വർഷത്തേക്കല്ല, 5-6 വർഷത്തേക്ക് തട്ടിക്കൂട്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാന്നല്ല. അബ്രഹാം നീ വിഷമിച്ചിരിക്കാതെ കുഞ്ഞെ, തല ഉയർത്ത്. അവൻ കൊണ്ടോട്ടെ, തല ഉയർത്തി നോക്കുക. നിനക്ക് ഞാൻ ഇതെല്ലാം നൽകും. ആർക്കാ ദൈവം ഈ വാഗ്ദാനം ചെയ്തത്? ദൈവത്തോട് ബന്ധമുള്ള അബ്രഹാത്തിന് ദൈവം എന്നേക്കുമായി ചിലത് നൽകുകയാണ്. നിങ്ങൾക്ക് 2 വർഷത്തേക്കുള്ളതാണോ വേണ്ടത്? നിങ്ങൾക്ക് 5 വർഷത്തേക്കുള്ളതല്ല വേണ്ടത്. നിങ്ങൾക്ക് 10 വർഷത്തേക്കുള്ളതല്ല വേണ്ടത്. നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി തലമുറകൾക്കും എന്നേക്കുമായുള്ള നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമാണ് വേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തോട് ബന്ധമുള്ളവന്റെ അനുഗ്രഹം ഒരു കാലത്തും നഷ്ടപ്പെട്ടു പോകില്ല. അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിന് ഇരട്ടിയായി ദൈവം അവന് തിരിച്ചു നൽകും, എന്നേക്കുമായി നൽകും. വിശ്വസിക്കുന്നവരത് ചേർന്ന് ഒരുക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്. ഇനി വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യം അബ്രഹാത്തോട് പറയണം, അബ്രഹാം എഴുന്നേറ്റ്. നീ ഇങ്ങനെ ചുമ്മാ ചടഞ്ഞിരിക്കാതെ എഴുന്നേറ്റ്. അബ്രഹാം എഴുന്നേൽക്ക്. അപ്പോൾ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, എഴുന്നേക്ക്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചടഞ്ഞിരിക്കാതെ, വിഷമിച്ചിരിക്കാതെ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഡിപ്രഷനിൽ ഇരിക്കാതെ എഴുന്നേൽക്ക്. ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക.
എന്ന് പറഞ്ഞാൽ അബ്രാഹത്തോട് പറയാണ്, നീ വിശ്വാസത്തിൽ നെടുകയും കുറുകയും നീ നടക്കുക, അത് ഞാൻ നിനക്ക് തരും. നീ എന്താണോ മനസ്സിൽ കണ്ടത് അത് നിനക്ക് ദൈവം തരും. ഒരു കാര്യം കേട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം എനിക്കൊരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ, എന്റെ കടബാധ്യത മാറിയിരുന്നെങ്കിൽ, എന്റെ രോഗം സൗഖ്യമായിരുന്നെങ്കിൽ. ദൈവം പറയുവാണ്, നീ ആഗ്രഹിച്ചത് നിനക്ക് ഞാൻ തരും. അയ്യോ, എന്റെ കടബാധ്യത എങ്ങനെ മാറും? ദൈവം നിനക്കതിനൊരു പരിഹാരം ഉണ്ടാക്കും. ദൈവം നിനക്ക് തരും. നീ നെടുകയും കുറുകയും നടക്ക്. പിന്നെ നടന്നാൽ തീരുമോ പ്രശ്നങ്ങൾ? വിശ്വാസത്തിൽ നടന്നാൽ തീരും പ്രശ്നങ്ങൾ. വിശ്വാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തി അനുഗ്രഹമായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അബ്രാഹത്തെ കുറിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: അബ്രഹാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അവിടെയും അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. അപ്പോ ഉണ്ടായിരുന്ന കാലത്തും ബലിപീഠം ഉണ്ടായി. ഇപ്പോൾ അല്പം കഷ്ടമുള്ള ഒരു കാലമാണ്. അന്നേരവും അബ്രഹാം ദൈവത്തെ വിളിക്കാൻ മറന്നില്ല, ദൈവത്തോടുള്ള ബന്ധം കളഞ്ഞില്ല. ദൈവത്തോടുള്ള ബന്ധം കളയരുത്, കളയരുത്, കളയരുത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. 14-ാം അധ്യായമൊക്കെ വായിക്കണം. 14-ാം അധ്യായത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹാം, വായിക്കുന്നില്ല, ഞാൻ വേഗത്തിൽ പറയുകയാണ്. അബ്രഹാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അബ്രഹാം ഒരിക്കലും പ്രാർത്ഥിച്ചില്ല, എന്നെ പറ്റിച്ചു കൊണ്ടുപോയോ നശിച്ചു പോട്ടെ എന്നൊന്നും അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു, കൊണ്ടുപോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്ന് അബ്രഹാത്തോട് പറഞ്ഞു, അബ്രഹാം, നിന്റെ ആ കൂട്ടുകാരൻ ലോത്തുണ്ടല്ലോ, ലോത്ത്, അവന്റെ സമ്പത്തുകളോടൊപ്പം ശത്രുക്കൾ പിടിച്ചോണ്ട് പോയി, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഉടനെ അബ്രഹാം എന്ത് ചെയ്തു? തന്റെ കൂടെയുള്ളവരെ കൂട്ടി ലോത്ത് പ്രശ്നം അനുഭവിക്കുമ്പോൾ, പ്രതിസന്ധി അനുഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് രക്ഷിച്ചെടുത്ത് തിരിച്ചു വരികയാണ്. പെട്ടെന്ന് പറയേണ്ട കാര്യമല്ല, പക്ഷെ ഇത് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അബ്രഹാം പോയി ലോത്തിനെ സഹായിച്ച് തിരിച്ചു വരുമ്പോൾ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു അധികാരി പറയുകയാണ് അബ്രാഹത്തോട് പറയുകയാണ്, അബ്രഹാം, സമ്പത്തൊക്കെ നീ എടുത്തു. സ്ഥലത്തെ പ്രധാനപ്പെട്ട അധികാരി പറഞ്ഞു, സമ്പത്തൊക്കെ നീ എടുത്തു, നിന്റെ കൂടെയുള്ള മനുഷ്യരെ എനിക്ക് തന്നാ മതി. അപ്പോൾ അബ്രഹാം പറഞ്ഞ വാക്കെന്നാ പറയാമോ? അബ്രഹാം പറഞ്ഞു, നിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വള്ളി പോലും എനിക്ക് വേണ്ട. അത് സ്വീകരിച്ചാൽ നാളെ നിങ്ങൾ പറയും, അബ്രഹാമിനെ സമ്പന്നനാക്കിയത് നിങ്ങളാണെന്ന്. അബ്രഹാം പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ സമ്പന്നനാക്കുന്നത് ദൈവമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എവിടെ എഴുതിയിട്ടുണ്ട്? 14-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അബ്രഹാം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സമ്പത്തൊന്നും വേണ്ട, നിങ്ങളുടെ സമ്പത്തും വേണ്ട, പണവും വേണ്ട, സ്വർണവും വേണ്ട, എന്നെ സമ്പന്നനാക്കുന്നത് ദൈവമാണ്. അതാണ് ബന്ധം. അതിനുശേഷം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം, അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അബ്രാഹത്തോട് ദൈവം പറയുകയാണ്. ഒന്ന് വായിച്ചേ. അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. എന്താ ഉണ്ടായത്? അബ്രഹാം, നീ ഭയപ്പെടണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലമോ വളരെ വലുതായിരിക്കും. ആരോടാ ഇത് പറഞ്ഞത്? ദൈവത്തോട് ബന്ധമുള്ള അബ്രഹാം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സമ്പത്തോ കാലെ കിടക്കുന്ന ചെരുപ്പിന്റെ വള്ളിയോ ചരടോ പോലും വേണ്ട. നിങ്ങൾ പറയും അബ്രഹാമിനെ സമ്പന്നനാക്കിയത് ഞങ്ങളൊക്കെ കൂടിയാണെന്ന്, എനിക്കത് വേണ്ട. എന്റെ സമ്പത്ത് ദൈവമാണ്. പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ സമ്പത്ത് ദൈവമാകണം. ദൈവമാണ് സമ്പത്ത്. ദൈവം സമ്പത്തായി മാറി അബ്രഹാത്തോട് പറയുകയാണ്, അബ്രഹാം, നീ ഭയപ്പെടണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, ഞാൻ നിന്നെ അത്ഭുതകരമായി, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ബന്ധമുള്ള അബ്രഹാം. ഇനി നിങ്ങളോട് പറയുവാൻ ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തോടുള്ള ബന്ധം കളയരുത്. ഞാനൊരു കടലാസിന്റെ കഥ പറഞ്ഞോട്ടെ. ഒരു കടലാസിന്റെ കഥയാണ്, പൊട്ടക്കഥയാണ്. വലിയ ആഴമുള്ള കഥയൊന്നുമല്ല, എന്നാലും ഉപകാരപ്പെടും. ഒരു മനുഷ്യൻ ഒരു കടൽ തീരത്തെ ബീച്ചിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. കടൽ തീരത്തെ ബീച്ചിൽ കൂടെ പോകുമ്പോൾ ബീച്ചിലുണ്ടാകുന്ന സ്വാഭാവികമായ കാര്യങ്ങൾ, ആളുകൾ വെള്ളത്തിൽ ചാടുന്നു, കുളിക്കുന്നു,
പാട്ടുപാടുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, എല്ലാവരും സന്തോഷമുള്ള ഒരു അന്തരീക്ഷം. അങ്ങനെ ഈ മനുഷ്യൻ കഥയാണ്, വെറും കഥയാണ്, ഒട്ടക്കഥയാണെന്ന് ചിലർക്ക് തോന്നും. അങ്ങനെ ഈ ഒരു മനുഷ്യൻ കടൽ തീരത്തെ ബീച്ചിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ധാരാളം മനുഷ്യരെ കണ്ടു. നടന്നു പോകുമ്പോൾ നിലത്ത് കിടക്കുന്ന ഒരു കടലാസ്, ഒരു പേപ്പർ കണ്ടു. അയാൾ ആ പേപ്പറിലേക്ക് നോക്കിയപ്പോൾ ആ പേപ്പർ, ആ കടലാസ് അയാളെ വിളിച്ചു, സാർ എന്നെ ഒന്ന് സഹായിക്കാമോ? അപ്പോൾ ബീച്ചിലൂടെ നടന്നു പോയ ആൾ അവിടെ നിന്നു. ആ കടലാസിനോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ നിന്റെ വിഷമം? ഉടനെ കടലാസ് പറയുകയാണ്, സാറേ ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. സാറ് കണ്ടോ ഈ ബീച്ചിൽ കുറേ ആൾക്കാരെ? ഇവരൊക്കെ ചിലർ എൻ്റെ മേത്തൂടെ ചവിട്ടിപ്പോയി, ചിലരെന്നെ വല്ലാതെ എൻ്റെ മേത്തേക്ക് തുപ്പിയിട്ടു. ഞാൻ ആർക്കും വേണ്ടാത്തൊരു നിലയിലാണ്. സാറിന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ബീച്ചിൽ കൂടെ പോയ മനുഷ്യൻ പറഞ്ഞു, സുഹൃത്തെ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ ആ സഹായിക്കാമെന്ന് പറയുമ്പോൾ ആ പേപ്പറിന്റെ അവസ്ഥ, കടൽ തീരത്തെ തിരമാലകളുടെ ആ ജലാംശം, വെള്ളത്തിന്റെ അംശം കൊണ്ട് നനഞ്ഞു കുതിർന്നിരുന്നൊരവസ്ഥയിലും ചില ഭാഗങ്ങൾ അത് കീറിയിരുന്നു, ചില ഭാഗങ്ങളിൽ കടൽ തീരത്തെ മണലുകൾ പുതഞ്ഞിരുന്നു. ഒന്നും മേലാത്തൊരവസ്ഥയിൽ ആ നടന്നുപോയ മനുഷ്യൻ നന്നായി കുനിഞ്ഞ് ആ കടലാസിനെ കൈകളിൽ എടുത്തു പിടിച്ചു. അപ്പോൾ നമുക്ക് തോന്നും, ഇതെന്റെ ജീവിതത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? ചിലപ്പോൾ തോന്നും അത് എന്നോടാണെന്ന്, ചിലപ്പോൾ തോന്നും അത് നിങ്ങളാണെന്ന്. ഒരു കടലാസ്, മണ്ണു പറ്റി നിലത്തു കിടന്ന കീറാൻ തുടങ്ങിയ ഒരു കടലാസ്, അത് ഞാനാണോ? അതെ, ഞാൻ തന്നെയാണ്. കഥ തീർന്നിട്ടില്ല. എന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയോർത്ത് വിഷമിക്കണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. നിങ്ങളുടെ മേത്തുള്ള വെള്ളവും ആ നനവൊക്കെ ഉണങ്ങട്ടെ. ആ മണ്ണലൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞോളാം. കീറിയത് എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ഒന്നിച്ചെടുത്തോളാം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു പ്ലാനുണ്ട്, നിങ്ങളെ ഒരു പട്ടമാക്കിയാലോന്ന്. പട്ടമോ? അതെ, പട്ടം. അപ്പോൾ കടലാസ് പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷം, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കടലാസിന് സന്തോഷമായി. ആ മനുഷ്യൻ ആ കടലാസിനെ എടുത്ത് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു മേശപ്പുറത്ത് ഇങ്ങനെ ധരിച്ചു വെച്ചു. എന്നിട്ട് അയാൾ അപ്പുറത്തെ റൂമിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വെള്ളമൊക്കെ ഉണങ്ങി, അതിൽ പറ്റിപ്പിടിച്ചിരുന്ന മണലുകളൊക്കെ തൂത്ത് കളഞ്ഞു. എന്നിട്ട് അയാൾ ആ കടലാസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു പട്ടമാക്കാൻ പോവാണ്. വളരെ സന്തോഷം, പക്ഷെ ഞാൻ നിന്നെ ഒന്ന് മുറിക്കും. അപ്പോൾ കടലാസ് ദേഷ്യപ്പെട്ട് ചോദിച്ചു, സാർ ഞാൻ ആവശ്യത്തിലധികം സഹിച്ചു. അങ്ങേക്കറിയാലോ, ഞാൻ കടൽ തീരത്തെ ബീച്ചിൽ കിടക്കായിരുന്നു. എല്ലാവരും ചവിട്ടും കുത്തും ഒക്കെ കൊണ്ട് ഞാൻ മടുത്തിയാളാണ്. ഇനിയും നിങ്ങൾ എന്നെ മുറിക്കുകയാണോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെ ഒരു പട്ടമാക്കാൻ എനിക്ക് നിങ്ങളെ മുറിച്ചേ പറ്റൂ. സാരമില്ല, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, എന്നാലും നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കടലാസ് പറഞ്ഞു, സാരമില്ല, ഞാൻ സഹിച്ചോളാം. അങ്ങനെ അയാൾ ഒരു കത്രിക കൊണ്ടുവന്ന് ഈ കടലാസിനെ മുറിച്ച് ഒരു പശ കൊണ്ടൊട്ടിച്ച് അതിനെ ഒരു പട്ടമാക്കി മാറ്റി. എന്നിട്ട് ആ കടലാസിനോട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി, ഒരു പട്ടമായിട്ടുണ്ട് നീ. ഞാൻ ഇപ്പോൾ അപ്പുറത്തെ റൂമിൽ പോയിട്ട് വരാവേ, കുറച്ച് നൂലെടുത്തോണ്ട് വരട്ടെ. അപ്പോൾ പട്ടം ചോദിച്ചു, എന്തിനാണ് നൂല്? ആ, പട്ടമായാൽ പോരാ, അതിൻ്റെ ഒരു ഭാഗത്ത് നന്നായി മുറുക്കി കെട്ടണം. എന്ത് മുറുക്കി കെട്ടണം? നൂല് ഇങ്ങനെ മുറുക്കി കെട്ടണം. അയാൾ അപ്പുറത്തെ റൂമിൽ പോയി കൈ നിറയെ ഒരു നൂലെടുത്തോണ്ട് വന്ന് ആ പട്ടത്തിന്റെ ഒരു ഭാഗത്ത് നന്നായി മുറുക്ക കെട്ടി. അപ്പോൾ കടലാസ് ചോദിച്ചു, നിങ്ങൾ വീണ്ടും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. സാരല്ല, നിങ്ങളുടെ നന്മയ്ക്കാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ നൂലൊക്കെ അവിടെ വെച്ച് അയാൾ കിടക്കാൻ പോയപ്പോൾ പറഞ്ഞു, നാളെ നമ്മളൊരു 10 മണിയാകുമ്പോൾ കടൽ തീരത്തേക്ക് നമുക്ക് പോകാം. വളരെ സന്തോഷത്തോടെ ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷം അയാൾ ആ പട്ടത്തിന്റെ അടുത്ത് വന്ന് കൈകളിൽ എടുത്തിട്ട് പറഞ്ഞു, നാം പോയേക്കോല്ലേ,
പട്ടത്തിന് ഒത്തിരി സന്തോഷമായി. എൻ്റെ അവസ്ഥ മാറി. പണ്ട് ഞാൻ നിലത്ത് കിടക്കുകയായിരുന്നു, മണ്ണും പറ്റി പൊടിയും പറ്റി ചവിട്ടും കൊണ്ട് തുപ്പും കൊണ്ട്. ഇന്ന് ഈ മനുഷ്യൻ കൊള്ളാലോ, ദൈവതുല്യനായ ഒരു മനുഷ്യൻ. നിങ്ങളോട് എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ നന്ദി എന്നെ രക്ഷിച്ചതിന്. അങ്ങനെ ബീച്ചിൽ കൊണ്ടുപോയി. എന്നിട്ട് ആ മനുഷ്യൻ കടലാസിനോട് ചോദിച്ചു, ആ പട്ടത്തോട് ചോദിച്ചു, എൻ്റെ ബലമായ സംശയം നീ ഇവിടെ കിടന്നാ കരഞ്ഞതെന്നാണ്. അതെ സാർ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നാ കരഞ്ഞത്. ഇവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത്, ഇവിടെയാണ് ഞാൻ ചവിട്ടുകൊണ്ടത്, ഇവിടെയാണ് ഞാൻ നിന്ദിക്കപ്പെട്ടത്. ആ നല്ല കാര്യം, ഇവിടെ തന്നെ ഞാൻ നിന്നെ ഉയർത്താൻ പോവുകയാണ്, നോക്കിക്കോ എന്നും പറഞ്ഞ അയാൾ ആ പട്ടത്തെ വെറുതെ ആകാശത്തേക്ക്, വെറുതെ ഇങ്ങനെ വായുവിലേക്ക് ഇട്ടു. അപ്പോൾ കടൽ തീരത്തു നിന്ന് ഒരു നിശ്ചിത വേഗത്തിലും ശക്തിയിലും അടിക്കുന്ന കാറ്റിന്റെ ആ ഒരു സ്വാധീനം കൊണ്ട് ഈ പട്ടം പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ഉയരുന്നതനുസരിച്ച് അയാൾ നൂലിങ്ങനെ കയ്യിൽ നിന്ന് അയച്ചയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പട്ടം ഇങ്ങനെ ഉയർന്നുയർന്നു പോകുമ്പോൾ ആ കടൽ തീരത്തെ ആളുകൾ പെട്ടെന്ന് ചിലരൊക്കെ സെൽഫോൺ എടുക്കാൻ തുടങ്ങി, മൊബൈൽ ഫോൺ എടുക്കാൻ തുടങ്ങി, ക്യാമറ ഓൺ ചെയ്തു, വീഡിയോ ഓൺ ചെയ്തു, വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പട്ടം ശ്രദ്ധിച്ചു, ദൈവമേ, ഇന്നലെ ആർക്കും വേണ്ടാതിരുന്ന എന്നെ ഇപ്പോൾ പലർക്കും വേണമല്ലോ. ഇപ്പോൾ എന്നെയാണല്ലോ ഇവരൊക്കെ നോക്കുന്നത്. എൻ്റെ മണ്ണ് പറ്റിയ കീറിയ അവസ്ഥയൊക്കെ മാറിയല്ലോ എന്നും പറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ ആ പട്ടം ഇങ്ങനെ ഉയർന്നു ഒരുപാട് ഉയർന്നു. ഒരു നൂലയിലാണ് ഉയർന്നത്. നൂലോ വലിയ കാണാൻ മാത്രമുള്ള ഒന്ന് വലിപ്പമൊന്നും അതിനില്ല താരം. ഉയർന്ന് കുറെ ദൂരം എത്തിയപ്പോൾ ആ പട്ടം ഇങ്ങനെ പാറി പറന്ന് നടന്നു കുറച്ച് മണിക്കൂറുകൾ. അപ്പോഴും താഴെ വെയിൽ കൊണ്ട് ഉണ്ടാക്കിയവൻ താഴെ നിൽക്കുകയാണ് നൂലും പിടിച്ച്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോ ഈ പട്ടത്തിന്റെ നിറവും രൂപവും ഭാവവും ഒക്കെ മാറി. പട്ടം താഴെ നിൽക്കുന്നവനോട് ചോദിക്കുവാണ്, ഹലോ മിസ്റ്റർ, നിങ്ങൾ എന്തിനാണ് എന്നെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊരു സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ? ഇങ്ങനല്ലായിരുന്നല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞത്. അയ്യോ, ഞാനൊന്നുമില്ലാതെ കിടക്കുമായിരുന്നു. അല്ല, ഇച്ചിരി അങ്ങ് ഉയർന്നങ്ങ് പോയപ്പോ ആളുടെ രൂപമൊക്കെ മാറി, പണ്ടത്തെ ഇതൊക്കെ അങ്ങ് മറന്നു. അപ്പോൾ ഈ പട്ടമുണ്ടാക്കിയ ആളുടെ മനസ്സിലൊരു വേദന തോന്നി. എന്ത് പറ്റിയാവോ, ഇതെന്താ ഇങ്ങനെ പറയണത്? പട്ടം പറയുകയാണ് നൂല് വേണ്ടെന്ന്. ഇന്നും അത് തന്നെയല്ലേ പലരും പറയുന്നത്, നൂല് വേണ്ടെന്നാ പറയണത്. പ്രാർത്ഥന വേണ്ട, പള്ളി വേണ്ട, ആരാധന വേണ്ടെന്ന്. ഇതൊക്കെ ഒരു നൂലാണ്. നിങ്ങൾക്കറിയുമോ, ഇങ്ങനെ ഒരു നൂലേലാണ് എവിടെയൊക്കെയോ പലരും എത്തിപ്പെട്ടത്. ഇങ്ങനെ ഒരു ചെറിയ നൂലേലാണ്. ഇച്ചിരി അങ്ങ് ഉയർന്നു കഴിയുമ്പോൾ ആ നൂല് നിങ്ങൾക്കൊരു പ്രതിസന്ധി, ഒരു വേണ്ടാത്തൊരു വസ്തുവായി മാറും. പിന്നെ പറയും, എന്തിന് പ്രാർത്ഥിക്കുന്നു, എന്തിന് നിയന്ത്രിക്കുന്നു, എപ്പോ നോക്കിയാലും പ്രാർത്ഥനയാണ്, എപ്പോ നോക്കിയാലും ധ്യാനമാണ്, എന്ത് പരിപാടിയാണിത്? ഇത് ഇതെല്ലാം കള്ളത്തരമാണ്, ഇതെല്ലാം തട്ടിപ്പാണ്, ഇതെല്ലാം വെട്ടിപ്പാണ്. 100 കുറ്റങ്ങളില്ലാത്ത കുറ്റങ്ങളില്ല. അല്ല, എന്ത് പറ്റി നിനക്ക്? അല്ല, ഇച്ചിരി പൈസ കൂടിപ്പോയി, ഇപ്പൊ ഇച്ചിരി തൊലിവെളുപ്പൊക്കെ കൂടി, ഇച്ചിരി സൗന്ദര്യമായി, ഇച്ചിരി കൊള്ളാവുന്നൊരു കാറായി, കൊള്ളാവുന്നൊരു വീടായപ്പോ ഈ നൂലിപ്പോ പ്രശ്നമായെന്ന് പോലും. ആകാശത്ത് പറന്നു നടക്കുന്ന പട്ടം പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അങ്ങനെ പട്ടവും ഈ നിൽക്കുന്ന മനുഷ്യനും തമ്മിൽ വഴക്കുണ്ടായി. എന്നിട്ട് ആ പട്ടം ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ആ നൂല് വിട്ടേ. നിങ്ങളോട് ആ നൂല് വിടാനല്ലേ പറഞ്ഞത്? എനിക്ക് കുറച്ചുകൂടെ ഉയരങ്ങളിൽ പറക്കാനുണ്ട്. നിങ്ങളിങ്ങനെ നിയന്ത്രിക്കുന്നതുകൊണ്ട് എന്റെ ഉയർച്ചയൊക്കെ ഇങ്ങനെ മുരടിച്ചു നിൽക്കുകയാണ്. എനിക്ക് ഇനിയും വളരണം, ഉയരണം എന്ന് പറഞ്ഞു. ആ പറച്ചിലിനിടയിൽ ആ നൂല് പൊട്ടിപ്പോയി. നൂല് പൊട്ടിപ്പോയപ്പോൾ നമുക്കറിയാം അതിന്റെ പ്രത്യേകത. നൂല് പൊട്ടിപ്പോയപ്പോൾ പറന്നു നടന്ന പട്ടം ഒരു പടി കൂടി അങ്ങോട്ട് ഉയർന്നു. അപ്പോൾ താഴെ നിൽക്കുന്ന ആള് കേൾക്കുകയാണ് ഒരു അട്ടഹാസം, ഒരു പരിഹാസം. എന്നിട്ട് ആ കടലാസ കഷ്ണം വിളിച്ചു പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പണ്ടേ ആ നൂലൊന്ന് വിട്ടുതരണമെന്ന്? നിങ്ങൾക്കപ്പോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണായിരുന്നു അല്ലേ? ഇപ്പൊ കണ്ടോ എന്റെ വളർച്ച? ഞാൻ കുറെ കൂടി മുകളിലോട്ടാണ് ഉയർന്നത്, എന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായി എന്നും പറഞ്ഞ് പരിഹസിച്ച്, ആർത്ത് ഉല്ലസിച്ച്, അട്ടഹസിച്ച് അതങ്ങ് പറന്നുയർന്നു. നോക്കുമ്പോൾ ശരി തന്നെയാണ്, ആ നൂല് പൊട്ടിയ പിന്നെ പുള്ളിക്ക് താഴ്ചയിൽ ഉയർച്ചയുണ്ടായത്. ഈ പട്ടമുണ്ടാക്കിയ ആൾ വീട്ടിലേക്ക് പോയി. അതിനും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം.
താഴെ നിൽക്കുന്നവരെ, നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായവരെ മറക്കരുത്. എന്തെങ്കിലും ആകുമ്പോൾ താഴെ നിന്ന് ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കൾ താഴെ നിന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചില പ്രിയപ്പെട്ടവർ താഴെ നിന്ന് ഈ മനുഷ്യന് തുല്യരാണ്. അവരൊക്കെയാണ് നിന്നെ ഒരു കാലത്ത് വാക്കുകൊണ്ടുപോലും വളർത്തിയവർ. ഇന്ന് 4 കാശ് കൂടുതൽ വന്നപ്പോൾ, ഒരു ചക്രം വന്നപ്പോൾ നിനക്കതൊക്കെ അധികപ്പറ്റായി പോയി. ഈ കടലാസ് പറഞ്ഞതുപോലെ പലരും എന്തു പ്രാർത്ഥന, എന്തു പള്ളി, എന്ത് ആരാധന, എപ്പോ നോക്കിയാലും പ്രാർത്ഥന, എപ്പോ നോക്കിയാലും ആരാധന, ഇങ്ങനെയൊക്കെ കുറ്റം പറയുകയാണ്. എന്നിട്ട് ആർത്ത് ഉല്ലസിക്കുകയാണ്, ആ തട്ടഹസിക്കുകയാണ്. അയാൾ വീട്ടിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് ഈ മനുഷ്യൻ വീണ്ടും കടൽ തീരത്തെ ബീച്ചിൽ പോയപ്പോൾ അയാൾ കാണുന്നു, അങ്ങ് ആകാശങ്ങളിലേക്ക് ഉയർന്നു പോയ പട്ടം കിടക്കുന്നു കടൽ തീരത്തിന്റെ ബീച്ചിൽ, നനഞ്ഞ് കുതിർന്ന് തിരമാലകളുടെ സ്വാധീനത്തിൽ അവിടെ കിടന്ന് മണ്ണും പറ്റി കിടക്കുന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല എന്താണ് ഇവിടെ, എന്തു പറ്റി? അപ്പോൾ ആ പട്ടം കരയുകയാണ്, സാറ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇച്ചിരി അവിവേകം സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. അല്ല, ഇങ്ങനല്ലല്ലോ നീ മിനിഞ്ഞാന്ന് പറഞ്ഞത്, നൂല് പ്രശ്നമാണ്, നിങ്ങൾ പ്രശ്നമാണ്, കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെയാണോ പറഞ്ഞത്, എന്ത് പറ്റി ഈ മാറ്റം? പട്ടം പറയുകയാണ്, നിലത്തു കിടന്ന പട്ടം പറയുകയാണ്, സത്യമാണ്, ഞാൻ ആകാശത്തിങ്ങനെ പാറി പറന്നു, പക്ഷേ എനിക്ക് അധികം ഉയരാൻ കഴിയില്ല, ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി, സാർ എന്നെ ഒരിക്കൽ കൂടി സഹായിക്കണം. ഇതാണ് പലരുടെയും അവസ്ഥ. എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അങ്ങ് നിലമറന്നു പോകും. വളർത്തിയവരെ മറക്കും, പ്രാർത്ഥിച്ചവരെ മറക്കും, ശുശ്രൂഷിച്ചവരെ മറക്കും, പറഞ്ഞു തന്നവരെ മറക്കും, എല്ലാം മറക്കും. ഇന്ന് എന്തോ ഒരു അഹങ്കാരമാണ് ഇയാൾക്ക്. കണ്ടാൽ അത് ചിരിക്കാൻ തന്നെ എന്ന് പാടാണ് ഇയാൾക്ക്. എന്തോ വലിയൊരു ആളായതുപോലെ പൊട്ടിപ്പോകും കേട്ടോ. ദൈവത്തോടുള്ള ബന്ധം പൊട്ടിച്ചു കളഞ്ഞപ്പോഴാ പലരും ജീവിതത്തിൽ പൊട്ടിപ്പോയത്. ദൈവത്തോടുള്ള ബന്ധം പൊട്ടിച്ചു കളഞ്ഞപ്പോഴാ പലരും സാമ്പത്തികമായി പൊട്ടിപ്പോയത്, കുടുംബജീവിതത്തിൽ പൊട്ടിപ്പോയത്. കഴിവില്ലാഞ്ഞിട്ടൊന്നും ആള് മന്ദബുദ്ധിയൊന്നും ആയിരുന്നില്ല, കഴിവുള്ളവരായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ആയിപ്പോയെന്നൊരു തോന്നൽ. ഇപ്പോൾ ആ വട്ടം ഉണ്ടാക്കി ആള് ചോദിക്കുകയാണ്, അല്ല എന്താ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നല്ലോ, സാർ എന്നോട് ക്ഷമിക്കണം, എന്നെ സഹായിക്കണം. എന്നിട്ട് അയാൾ പറയുകയാണ്, ആ നൂല് ഞാൻ പൊട്ടിച്ചു കളയാൻ പാടില്ലായിരുന്നു അല്ലേ സാറേ? അതാണ് സത്യം, ആ നൂല് പൊട്ടിച്ചു കളയരുത്. എത്രയൊക്കെ വലിയ ആളായാലും, എത്ര വലിയ പണം ഉണ്ടായാലും, ഏത് രാജ്യത്ത് പോയാലും, എത്ര PR കിട്ടിയാലും, എത്ര വലിയ നാട്ടിൽ വലിയ ബോഡീസ്, വലിയ വീട് വെച്ചാലും ഈ ബന്ധം കളയരുത്. ആ ബന്ധം കളഞ്ഞിട്ടുള്ള ഒരേ ഏർപ്പാടിനും പോകരുത്. അതാണ് നാളെ നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങിപ്പോകാനുള്ള കാരണമാകുന്നത്. ബന്ധം കളയരുത്. അതുകൊണ്ടൊരു വാക്ക് പറയുന്നു, കാട്ടിലെ ഓക്കുമരമാണേലും അഹങ്കരിച്ചേക്കരുത്, മണ്ണ് പറ്റും, വീണുപോകും. ഈ ബൈബിൾ പറയുന്നു, അഹങ്കരിക്കുന്നവരെ ദൈവം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുവോ, അതോ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് പോകാവോ എന്ന് ചോദിക്കുവോ, മറിച്ചിടുവോ? അയ്യോ, അത് ഇച്ചിരി അന്യായമല്ലേ, മറിച്ചിടാൻ പാടുന്ന പുള്ളിയുടെ നടുപോകില്ലേ? ഒരു മയമില്ലാതൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അഹങ്കരിക്കുന്നവരെ ദൈവം ഇരിക്കുന്നത് സിംഹാസനത്തിലാണെങ്കിലും ഒരു മയവും കാണിക്കില്ല, മറിച്ചിടും, മറിച്ചങ്ങിട്ടേക്കും. അങ്ങനെ മറിഞ്ഞു പോയവർ ഒത്തിരി പേരുണ്ട്. മറിഞ്ഞു പോകാതിരിക്കട്ടെ നമ്മളാരും. നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് കണ്ണുകളടച്ച് 2 ലൈൻ ഒന്ന് പാടുകയാണ്. ദൈവത്തെ മറന്നു കുഞ്ഞേ, ദൈവത്തെ